ഗുഡ് ഈവനിങ് എവ്രിവൺ. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമായിരിക്കാം അവർ നമുക്ക് നൽകുന്ന ഏറ്റവും മികച്ച കാര്യം. അതെ, നമുക്ക് വേണ്ടി ടീം യൂണിവേഴ്സ് ഒരുക്കിയ വേദിയാണ് മീറ്റ് ദ ക്രിയേറ്റേഴ്സ് എന്ന പ്രോഗ്രാം. ടീം യൂണിവേഴ്സ് എന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി നടത്തുന്ന ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പാണ്. സ്ത്രീകൾക്ക് അവരുടെ പാഷൻ, സ്വപ്നങ്ങൾ കണ്ടെത്താനും സ്വയം തിരിച്ചറിയാനും ജീവിതത്തിൽ മുന്നേറാനും ടീം യൂണിവേഴ്സ് അവരെ സഹായിക്കുന്നു. മീറ്റ് ദ ക്രിയേറ്റേഴ്സ് ഒരു ഫ്രീ ഓൺലൈൻ വെബിനാർ പ്രോഗ്രാം ആണ്. എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണി മുതൽ 9 വരെ. ഈ പ്രോഗ്രാമിൽ നമ്മുടെ ജീവിത വികാസത്തെ സഹായിക്കുന്ന മൈൻഡ് പവർ, പാരന്റിംഗ്, ഹെൽത്ത്, വെൽത്ത്, പാഷൻ തുടങ്ങി ഒട്ടനേക വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റായി എത്തിയിട്ടുള്ളത് കരുനാഗപ്പള്ളിയിൽ നിന്ന് സത്മയ ആയുർ ആൻഡ് വെൽനസ് ക്ലിനിക് നടത്തുന്ന ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കൃഷ്ണ ശ്രീജിത്ത് ആണ്. കുട്ടികൾക്കും പാരന്റ്സിനുമുള്ള ബോധവൽക്കരണത്തിനായി ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന വിഷയത്തെക്കുറിച്ചും പാരന്റ്സിനുള്ള ഗൈഡൻസ് കൂടിയാണ് ഇന്നത്തെ പ്രോഗ്രാം. അടുത്തതായി യൂണിവേഴ്സിന്റെ സാരഥിയും മൈൻഡ് ട്രെയിനർ, വിമൻ എംപവർമെന്റ് പ്രോഗ്രാമർ, സർട്ടിഫൈഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് കൂടിയായ അദീത ഷംസുദ്ദീനെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം മാം, ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് ഈവനിങ്. താങ്ക് യു ഷമീറ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എന്ന് പറയുന്നത് വീട്ടമ്മമാരാണ്, സ്ത്രീകളാണ്. നമുക്ക് മക്കളെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്രയും ടഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. എത്ര പഠിച്ചു കഴിഞ്ഞാലും പാരന്റിങ് ഇസ് എൻ ആർട്ട്. ഇറ്റ്സ് വളരെ ടഫ്, അന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനും എങ്ങനെയാണ് കുട്ടികളെ നമ്മള് മറ്റുള്ളവരെ ഓരോരുത്തരുടെ ഇടയിലോട്ട് വിടുമ്പോൾ, സ്കൂളിലൊക്കെ വിടുമ്പോഴും നമുക്ക് എങ്ങനെയാണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് ഓരോരുത്തരുടെ ടച്ചിങ്, എങ്ങനെയൊക്കെയാണ് അതിൽ നല്ലതായിട്ടും ചീത്തയായിട്ടുള്ളതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഗൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റിന് നമ്മൾ വിളിക്കുകയാണ്. യെസ്, ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. യെസ്, മ്യൂട്ടാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണ ശ്രീജിത്ത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പാരന്റിങ് ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ മീറ്റിംഗിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മളെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ അധ്യാപകർക്ക് മാത്രമല്ല അതിൽ പങ്ക്. ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് രക്ഷകർത്താക്കളാണ്. എത്ര കുട്ടികളാണ് ഓരോ ദിവസം സൂയിസൈഡ് ചെയ്യണമെന്ന് നമുക്കറിയാം അല്ലെ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആണ് അവർ ചെയ്യുന്നത്. ഈവൻ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുക, അമ്മയൊന്ന് വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക. ഇന്നലെ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ന്യൂസിൽ കാണും ഏതെങ്കിലും ഒരു കുട്ടി, 10ഉം അതും +2 അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതായിട്ട്. അവരുടെ മെന്റൽ സ്ട്രെങ്ത് വളരെ വീക്കാണ്. പണ്ടുള്ള കാലത്ത് ഒരു വീട്ടില് 8ഉം 9ഉം കുട്ടികൾ കാണും. അപ്പോ ഈ പറയുന്ന പോലെ ഒരു വിഷമം വന്നാലും ഷെയർ ചെയ്യാൻ അവർക്ക് കൂടപ്പിറപ്പുകൾ കാണും. അച്ഛനമ്മമാര് ജോലിക്ക് പോയാലും. ഇന്നെന്ന് പറയുന്നത് അത് ചുരുങ്ങി ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടികളൊക്കെയാണ്. പരസ്പരം അവരുടെ വിഷമം വന്നാൽ പോലും അവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. അച്ഛനമ്മമാര് സമ്പാദിക്കുക, എല്ലാ രക്ഷകർത്താക്കളും അല്ല കേട്ടോ, ഒട്ടുമിക്കവരും അച്ഛനും അമ്മയും വർക്ക് ചെയ്യായിരിക്കും. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ അതിലുപരി കുട്ടികളുടെ ലൈഫ് സേഫ് ആക്കാനാണെങ്കിൽ നമ്മൾ ദിവസം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, അത് അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ അടുത്ത് ഓരോ ഇപ്പം ചെറുപ്പക്കാരായ ആൾക്കാര് കൗൺസിലിങ്ങിന് വരും. ഡോക്ടറെ ഇങ്ങനെ ആൻസൈറ്റി ആണ്, ഡിപ്രഷൻ ആണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, കോൺസെൻട്രേഷൻ ഇല്ല, ലൈഫിൽ ഒന്നും ആവാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊക്കെ പറഞ്ഞായിരിക്കും അവർ വരുന്നത്. ഈവൻ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് വരുന്നവരും ഉണ്ട്. അവരെ നമ്മൾ ഇങ്ങനെ ചെകഞ്ഞ് അവരുടെ കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് അവർക്കുണ്ടായിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ലോങ് നിലനിൽക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ അതിൽ സെക്ഷൽ അബ്യൂസ് വരുന്നുണ്ട്. അതായത് ലൈംഗികമായി കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇനി സെക്സ് ചെയ്യുന്നത് കാണുന്ന അവസ്ഥയുണ്ട്. കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് സെക്സ് ചെയ്യുന്നതുണ്ട്. അത് അച്ഛനമ്മമാർ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതായിരിക്കാം. ചിലപ്പോ ഒരു സെപ്പറേഷൻ എപ്പോഴും വേണം. ഒരു കുഞ്ഞുങ്ങളൊരു പ്രായം ആയിക്കഴിഞ്ഞാൽ അവരെ മാറ്റിക്കിടക്കുന്നത് അനിവാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചിലപ്പം കണ്ടിട്ട് അതും അവരുടെ മെമ്മറിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞായിരുന്നപ്പോ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് ഡോക്ടറെ, അങ്ങനെ ഒരു ചിത്രം എന്റെ മനസ്സിലുണ്ടെന്ന് പറയുന്നുണ്ട്.
ഇനി അച്ഛന് കുടിച്ചിട്ട് വന്നിട്ട് ബാഡ് ലാംഗ്വേജസ്, അറപ്പുണ്ടാക്കുന്ന ചീത്തകൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുപോലെ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത്, ഈ ഒരു കൊച്ചു പറയുന്നത് കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അമ്മയെ അപ്പൊ കുഞ്ഞുങ്ങൾ ചെന്ന് പിടിക്കുക, ഞാൻ അച്ഛന് കയ്യിൽ പിടിച്ച് വലിക്കാറുണ്ട് ഡോക്ടറെ. ഇതെല്ലാം അവരുടെ മനസ്സിൽ വലിയൊരു മാർക്കാണ്. നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാലും ഇത്തരം കൊടുത്ത ആ ഓർമ്മകള് അവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സമ്പാദ്യത്തെക്കാൾ വലുത് നല്ലൊരു അച്ഛനും അമ്മയും ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ ഒന്നും നേടിയില്ലെങ്കിലും അവരെ നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റി ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ അവർ വലുതായി വലിയ ആൾക്കാരായാലും അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും അതിന്റെ സ്പാർക്ക് കിടക്കും. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിന്ന് അവർക്ക് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇതെല്ലാം തലപൊക്കി എണീറ്റ് പ്രശ്നക്കാരായി മാറുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ള കുറച്ച് ഗുഡ് പാരന്റിങ് ടിപ്സ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്, പക്ഷെ ഇതിനാരും നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. ഒരാൾ സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണോ ഡോക്ടർ പറഞ്ഞ് ശരിയാണല്ലോ എന്ന് ചിന്തിക്കും. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരാണ്. ഇപ്പൊ ആരാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളെ എങ്ങനെയെങ്കിലും, എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈവൻ ഡിഗ്രി എല്ലാം ഉള്ള കുട്ടികളാണ് ഇപ്പൊ. ഒന്നിയ BSc നഴ്സിംഗ് ആയാലും എഞ്ചിനീയറിംഗ്, എല്ലാം അച്ഛനമ്മമാരിൽ നിന്ന് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, എന്നാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അവരാരാണെന്ന് നാളെ ചോദിക്കുകയാണെങ്കിൽ അവർ ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് പറയാൻ പറഞ്ഞോട്ടെ, അത് നല്ല കാര്യം. പക്ഷെ അതിനു മുമ്പ് എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്താണ് നിങ്ങളുടെ മിടുക്ക്. ആ ഒരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ഗൗരവത്തോടെ മക്കളെ വളർത്തിയാൽ മാത്രമേ അവർ നന്നായി വളരത്തുള്ളൂ, ഓവർ സ്ട്രിക്ട്നെസ് കാണിക്കണം. ആ കാലമൊക്കെ കഴിഞ്ഞു. അമിതമായ സ്ട്രിക്ട്നെസ് കാണിച്ചാലും അവർ കൈവിട്ടു പോകും. അമിതമായ ലാളന കൊടുത്ത് ആവശ്യപ്പെടുന്നത് എല്ലാം സാധിച്ചു കൊടുത്താലും കൈവിട്ടു പോകും. എല്ലാത്തിനും there is a limit എന്നാണ് എൻ്റെ അർത്ഥം. സോ നമ്മൾ ഒരു നല്ല ഫ്രണ്ട് ആവുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് എന്ത് വിഷമം വന്നാലും അത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അപ്പം ഇന്നിപ്പോ ഒരു സ്കൂളിൽ പ്രശ്നം നടന്നാലും അന്ന് അമ്മ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, നെക്സ്റ്റ് എക്സാമിന് ഞാനത് കവർ ചെയ്തെടുത്തോളാം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് ഉണ്ടാവണം. അതുപോലെ പോട്ടെ മോനെ, നെക്സ്റ്റ് എക്സാമിന് 2 മാർക്ക് കുറഞ്ഞു പോയല്ലോ, നമുക്കത് നെക്സ്റ്റ് എക്സാമിന് ക്ലിയർ ചെയ്യാം എന്ന് പറയാനുള്ള മാനസികാവസ്ഥ അച്ഛനും അമ്മയ്ക്കും വേണം. ഇത് ഒരു മാർക്ക് കോമ്പറ്റീഷനാണ്. ഒരു കുഞ്ഞു കുട്ടികൾക്ക് പോലും കോമ്പറ്റീഷനാണ് അച്ഛനമ്മമാർക്ക്. എനിക്കും ഒരു 5 വയസ്സായ മോനുണ്ട്. എനിക്കറിയാം, ഓൺലൈൻ ക്ലാസ്സിൽ ഞാനും അവനോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് പല പാരന്റ്സും ഇവൻ ചെറിയ ചെറിയ ഗെയിമിൽ പോലും കുഞ്ഞുങ്ങള് പരസ്പരം ഓൺലൈനാണല്ലോ തോൽക്കുമ്പോൾ പാരന്റ്സിന്റെ മുഖം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിശയം തോന്നി. കാര്യം ഈ 5 വയസ്സായ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഗെയിമിൽ പോലും പാരന്റ്സ് അത്രമാത്രം ഇൻവോൾവ് ആവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, അച്ഛനമ്മമാര് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകുക. ഈ ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും നിന്നെ വേണം. ഞങ്ങൾ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. നിനക്ക് എന്ത് വിഷമം വന്നാലും നീ അച്ഛനും അമ്മയോടൊന്ന് പറയണം, ഞങ്ങളത് പരിഹരിച്ചു തരാം എന്നുള്ളൊരു ഉറപ്പ്. ആ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മാർക്ക് കുറഞ്ഞാല് അവന് തോന്നും, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടിൽ ചെന്ന് അവതരിപ്പിക്കാം, പ്രശ്നം അച്ഛനും അമ്മയും സോൾവ് ചെയ്യും. ഇത് അങ്ങനെ ഒരു ഉറപ്പ് കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്തടത്താണ് വരുന്ന വഴിയിൽ തന്നെ നാട് വിട്ടു പോകാനോ അല്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ കുട്ടികൾ ചെയ്തു വെക്കുന്നുണ്ട്. സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്, വീട്ടിൽ വന്ന് ഒന്നും മിണ്ടാതെ മുറി കയറി തൂങ്ങി മരിച്ച കുട്ടികൾ, എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് ഒരു ഉറപ്പ് നൽകുക. പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം, വേണം, എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. പക്ഷെ ഇതിലെല്ലാം വലുതാണ് ഞങ്ങൾക്ക് നീ എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, എല്ലാവർക്കും മനുഷ്യരാകുമ്പോൾ തെറ്റും ശരിയും എല്ലാം ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒരിക്കലും മറ്റുള്ളവർ കേൾക്കവേ നിങ്ങൾ പറയരുത്. ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, കുഞ്ഞു കുട്ടികളാണ്, നമ്മൾ വിചാരിക്കാൻ 5 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇവർ പറയും, ടീച്ചറെ ഒരു വക പഠിക്കത്തില്ല, ഇവൻ മണ്ടനാണ്, ഇവന് ക്ലാസ്സിൽ കയറണമെന്നില്ല, ക്ലാസ് ഇത് ആ കുഞ്ഞു മനസ്സിനെ എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ആ കുഞ്ഞ് ക്ലാസ്സിൽ കയറാൻ മടിക്കുന്നു. അവന് ക്ലാസ്സിൽ കയറുന്നതേ ഇഷ്ടമല്ല. കാര്യം അവന്റെ കൂട്ടുകാർ കേൾക്കുകയും കൂട്ടുകാരുടെ അമ്മ കേൾക്കുകയും ഈ അമ്മ ഇൻസൾട്ട് ചെയ്തത് അവൻ എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പിന്നെ കുഞ്ഞിന് ക്ലാസ്സിൽ കയറാൻ മടിയില്ല.
മടിയാ. അങ്ങനെ ഞാൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചിട്ട് ആസ് എ ഡോക്ടർ എനിക്കൊരു ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ അമ്മയോടൊന്ന് സംസാരിക്കണം ടീച്ചർ. ഒരിക്കലും കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് അവരുടെ നെഗറ്റീവ്സ് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യില്ല. ഒരുപക്ഷെ ആ അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ് ആ കുഞ്ഞ്, പക്ഷെ അമ്മ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് അത്, ആ കുഞ്ഞിനോട് ചെയ്യുന്ന തെറ്റാണ്. അവൻ പഠിക്കാൻ മിടുക്കനല്ല, അവൻ കഴിവുകെട്ടവനാണെന്ന് പറയുന്നത് തെറ്റാണ്. എന്തെങ്കിലും ആ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടീച്ചറുമായിട്ട് സംസാരിക്കൂ, ടീച്ചറെ വിളിച്ച് സംസാരിക്കൂ, പേഴ്സണലി ഫോൺ ചെയ്ത് സംസാരിക്കൂ എന്ന് ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ കാണുന്ന കാഴ്ച, പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ആ അമ്മയെ കുഞ്ഞിനെ വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മറ്റത് പിന്നെയുള്ള ക്ലാസ്സിൽ ഈ കുഞ്ഞിനെ വലിച്ചഴിച്ചാണ് ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നത്. അപ്പൊ നമ്മൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് മടുക്കാൻ ഇടവരുത്തുന്നത്. അത് എപ്പോഴും ചിന്തിച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പം ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ അവർ ചെയ്യും കുഞ്ഞു പ്രായത്തിൽ തന്നെ, അല്ലെങ്കിൽ വലിയ കുട്ടികളായിക്കോട്ടെ, അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരിക്കലും അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛനമ്മമാര് കാണുന്ന സ്വപ്നം അതൊരിക്കലും മക്കളെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ചെയ്യരുത്. അതൊരു വലിയ ക്രൈമാണ്. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ വെള്ളവും വളവും ഒഴിച്ച് അതിനെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ കൂടെ +2 പഠിച്ച ഒരു കുട്ടിയുണ്ട്. അവൻ മിടുക്കനായിരുന്നു, മാത്സിൽ ബ്രില്യന്റ് ആയിരുന്നു. അവന് എഞ്ചിനീയർ ആവാനായിരുന്നു ഇഷ്ടം. പക്ഷെ അവർക്ക് നല്ല ഫിനാൻഷ്യലി നല്ല വീട്ടിലെ കുട്ടിയായിരുന്നു. സോ അവര് MBBS-ന് അഡ്മിഷൻ എടുത്തു. നല്ലൊരു തുക ഓഫർ ചെയ്തിട്ടായിരുന്നു അഡ്മിഷൻ എടുത്തത്. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ കുട്ടിക്ക് ഡിപ്രഷനായി കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്നു. അപ്പൊ ആ കുട്ടിയോട് ചെയ്ത തെറ്റ് എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അല്ലെ. ഒരിക്കലും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അച്ഛനമ്മമാരുടെ ഡ്രീം ഒരിക്കലും കുട്ടികളെ അടിച്ചേൽപ്പിക്കരുത്. നമ്മളെ കുട്ടിക്ക് എന്താണ് കഴിവ്, അത് നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു കഴിവുണ്ടാവും, അതിനെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിനെ വളർത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ നിങ്ങൾ കളിക്കാൻ, അതായത് ഇപ്പം ഫ്ലാറ്റിലായാലും സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് പല എക്സ്ക്യൂസസ് പറഞ്ഞ് വിടുന്നവരുണ്ട്. പ്രകൃതിയോടിണങ്ങി കളിക്കാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയോടെന്ന് പറയുമ്പോഴത്തേക്കും വെള്ളവും മഴയും വെയിലും ഒക്കെ കൊണ്ട് അവർ വളരണം. നമ്മളൊക്കെ എത്ര മഴ കൊണ്ടതാ, എത്ര വെയിൽ കൊണ്ടതാ. ചിലപ്പം പനി വരുമായിരിക്കാം, നമ്മൾ മരുന്ന് കഴിക്കും പോവും എന്ന് പറഞ്ഞ് നമ്മൾ മഴ നനയാതിരിക്കുമോ? നമ്മൾ അമ്മയുടെ കണ്ണ് വെട്ടിച്ചെങ്കിലും നമ്മൾ മഴ നനയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര കുട്ടികളെ മഴ നനയാൻ അച്ഛനമ്മമാര് വിടുന്നുണ്ട്, വെയിൽ കൊള്ളാൻ സമ്മതിക്കുന്നുണ്ട്? ഇല്ല. പിന്നെ മണ്ണി കളിക്കാനോ അതും സമ്മതിക്കാറില്ല. പക്ഷെ പണ്ടൊക്കെ ഉള്ള സ്കിൻ കേസസ് അല്ല ചൊറി ചെരങ്ങൊക്കെ എടുത്തു കഴിഞ്ഞാല് പണ്ടത്തിനെക്കാട്ടിലും 100 ഇരട്ടി കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി കിട്ടാനായിട്ട് മണ്ണി കളിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ കളിച്ചതിന് ശേഷം നമ്മൾ അവരെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി സോപ്പൊക്കെ ഇട്ട് കഴുകി ബോഡി വാഷ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ നമ്മൾ മടി കാണിക്കരുത് ഒരിക്കലും. ഇനി വെള്ളത്തിൽ കളിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കളിക്കാൻ വിടുമ്പോൾ എപ്പോഴും പാരന്റ്സിന്റെ ഒരു പ്രസൻസ് മസ്റ്റ് ആയിട്ടും വേണം. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി അടിയുടെ കാര്യമാണ്. അടി എന്ന് പറയുന്നത് നമ്മൾ അടി ചെയ്യുന്ന ഉപകാരം വേറെ ആരും ചെയ്യത്തില്ലെന്ന് പറയും. അടി കൊടുക്കണം, പക്ഷേ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുഞ്ഞു കുട്ടികളെ അടി കൊടുക്കുമ്പോൾ ഒരു ഈർക്കിലെടുത്തിട്ട് മുട്ടിന് താഴെ അടി കൊടുക്കുക. ഒരു ശ്രദ്ധയില്ലാതെ കുഞ്ഞുങ്ങളെ അടിച്ചിട്ട് എത്ര കുട്ടികൾക്കാണ് അപകടം സംഭവിച്ചത് അല്ലെ. നമ്മൾ ഈ ഇടയ്ക്കുള്ള വാർത്തകളിലും കണ്ട അമ്മമാര് ചെയ്യുന്ന ആ സമയത്ത് അവരുടെ ഒരു അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ സീരിയസ് ഇഞ്ചുറി ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. ദയവ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, അവർ കുറുമ്പ് കാണിക്കും. അപ്പൊ ഒരു കുഞ്ഞു കമ്പെടുത്തിട്ട് അവരെ മുട്ടിന് താഴെ ഒരു അടി കൊടുക്കുക. ഇനി അടി കൊടുത്താൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുക. അത് കുഞ്ഞു കുട്ടി ആയിക്കോട്ടെ, കുറച്ച് വലിയ കുട്ടി ആയിക്കോട്ടെ, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായാലും നമ്മളൊരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പോട്ടെ മോളെ, അമ്മ തെറ്റ് ചെയ്തതിനല്ലേ വഴക്ക് പറഞ്ഞത്, എന്നിട്ട് നമ്മളൊരു കുഞ്ഞു സോറിയും കൂടെ പറഞ്ഞാലേ അവർക്ക് നമ്മളെ അടുത്ത് അവർ വീണ്ടും വഷളായി പോകത്തില്ല. അവർക്ക് നമ്മളെ അടുത്തുള്ള ഒരു ബോണ്ടിങ്, ആ സ്നേഹം കൂടെയുള്ളൂ. ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ മോന് അടി കൊടുക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൻ കരയാറുണ്ട്. ഞാൻ വിചാരിക്കും കരയട്ടെ, കുറച്ചു നേരം കരയട്ടെ. പക്ഷെ കരയാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത്. കുറെ കഴിഞ്ഞതിന് ശേഷം മടിയിലെടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോട്ടെ അമ്മ വഴക്ക് പറഞ്ഞതിന് സോറി എന്ന് പറയുമ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്നൊരു ചിരിയുണ്ട്. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് തെറ്റ് ചെയ്താൽ അടി കൊടുക്കുക, പക്ഷെ അടി കൊടുക്കും എപ്പോഴും ഒരു ശ്രദ്ധ വേണം കുഞ്ഞുങ്ങളെ. ഇനി അച്ഛനമ്മമാര് തമ്മിൽ വഴക്കുണ്ടാവാത്ത വീടുകളില്ല. സൗന്ദര്യ പിണക്കങ്ങൾ എവിടെയും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് എപ്പോഴും നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ വേണം നിങ്ങൾ തീർക്കാനായിട്ട്. ആ വഴക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ഇനി അത് പറഞ്ഞ് നിങ്ങൾ കോംപ്രമൈസ് ആക്കുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിലാവണം.
കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എപ്പോഴും നിങ്ങൾ നല്ല അച്ഛനമ്മമാരായിരിക്കാൻ ശ്രമിക്കുക. അവർ ഈ വഴക്ക് പോലും അവരെ നെഗറ്റീവായിട്ട് ബാധിക്കും, അവരെ പഠിത്തത്തെ വരെ ബാധിക്കും. അച്ഛനൊന്ന് ഒച്ച ഉയർത്തിയാൽ തന്നെ പേടിക്കുന്ന എത്ര കുട്ടികളുണ്ട്. സോ അത് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പിന്നെ മുത്തശ്ശനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവർ അടിക്കാൻ സമ്മതിക്കത്തില്ല നമ്മളെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരാൾ നമ്മൾ കുട്ടിയെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അടി കൊടുക്കുമ്പോൾ വേറൊരാള് അവരെ ആശ്വസിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പൊ അച്ഛൻ വഴക്ക് പറഞ്ഞാൽ അമ്മയും കൂടെ ചേർന്ന് കുഞ്ഞിനെ ഇവൻ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞ് അച്ഛനൊപ്പം നിന്ന് കുഞ്ഞിനെ ശകാരിക്കരുത്. അച്ഛൻ എന്തായാലും വഴക്ക് കൊടുക്കുന്നത് അമ്മയ്ക്ക് അറിയാം. സോ അമ്മ മാറി നിൽക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ഇന്നത് കൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ഒരാള് വഴക്ക് പറയുമ്പോൾ ഒരാള് അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നോ, കുഞ്ഞുങ്ങളെ നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും നോ പറയാൻ എനിക്ക് ഈ അടുത്ത കാലത്ത് വരെ ഒരാളെ മുഖത്ത് നോക്കി നോ പറയാൻ മടിയുണ്ടായിരുന്നു. കാര്യം നമുക്ക് തോന്നും, അയ്യോ അവരെന്ത് ചിന്തിക്കും, അവര് നമ്മളെ നോ പറഞ്ഞാൽ എന്ത് ചിന്തിക്കും എന്ന് അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. നമ്മളെ കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, അവർക്ക് ഇഷ്ടമില്ലാത്തത് ആര് ചെയ്താലും നോ പറയാൻ പഠിപ്പിക്കണം. സമൂഹത്തിന് മുമ്പിൽ ചിലപ്പോൾ അവർ അഹങ്കാരിയാവാം, വീട്ടുകാരുടെ മുമ്പിൽ അഹങ്കാരിയാവാം. പക്ഷെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ കുട്ടികളെ പഠിപ്പിച്ചേ മതിയാവും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ഒരു 9ാം ക്ലാസ്സുകാരൻ അവന് വീട്ടിൽ വന്ന ജോലിക്കാരൻ ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയപ്പോ കുഞ്ഞ് അത് അമ്മയോട് പറഞ്ഞു, അയാൾ എന്നോട് ചെയ്തത് ബാഡ് ടച്ച് ആണ്, ഇങ്ങനെ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ അവൻ പറഞ്ഞു, എനിക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും അറിയാം, സ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അയാൾ എന്നോട് ചെയ്തത് ബാഡ് ടച്ച് ആണ്. സോ കോടതി അയാളെ ശിക്ഷിക്കുകയും ചെയ്തു, അല്ലെ? അപ്പൊ അതൊരു വലിയൊരു അറിവാണ് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നത്. ഏത് പ്രായക്കാരാണെങ്കിലും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ചിന്തിക്കും, 3 വയസ്സായ കുഞ്ഞിനൊക്കെ എങ്ങനെ നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കൊടുക്കുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്ന കാർട്ടൂൺസ് ഒക്കെ അതിനകത്ത് തന്നെ ഞാനും കാണുന്നതാണ്. കാര്യം ഈ കാർട്ടൂൺസിനകത്ത് പോലും ഉണ്ട്, ലവ് ഉണ്ട്, അച്ഛൻ അമ്മ മക്കള്, അമ്മ പ്രഗ്നന്റ് ആവുന്നു, അച്ഛൻ ഹഗ് ചെയ്യുന്നു. അവരുടെ മുഖത്ത് അന്നേരം ഒരു ചിരി വരും, ഒരു നാണം വരും. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ബ്രില്യന്റ് ആണ്. അവർക്ക് കാര്യങ്ങൾ കാണുമ്പോഴേ അവർക്ക് എല്ലാം അറിയാം, ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പൊ നമ്മള് അതുകൊണ്ട് 3 വയസ്സുള്ള കുഞ്ഞല്ലേ ഇതിനെങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ആരും മടിച്ചിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് അറിവാവുന്ന അവർക്ക് എല്ലാം അറിയാം. നമ്മൾ പറഞ്ഞ് കൊടുത്താൽ മാത്രം മതി. അത് ഒരു ക്ലാസ് ആയിട്ട് പിടിച്ചിരുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. അവരെ കുളിപ്പിക്കുമ്പോഴോ അവരോട് കളിക്കുമ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇപ്പൊ ദിനം പ്രതിയാണ് കുട്ടികൾക്ക് നേരെയുള്ള ഈ ഒരു ലൈംഗിക ചൂഷണം വരുന്നത്. അതിപ്പോ നമ്മൾ വിചാരിക്കും പെൺകുട്ടിയാണെങ്കിലാണ് പ്രശ്നമെന്ന്. പക്ഷെ പെൺകുട്ടി എന്നല്ല, ആൺകുട്ടികളെയും ഇതുപോലെ സെയിം ആയിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. 3 പെൺകുട്ടി എടുക്കുമ്പോൾ 2 ആൺകുട്ടികളാണ് ഈ ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്നത്. അപ്പോ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനമ്മമാര് ഗുഡ് ടച്ചും ബാഡ് ടച്ചിനെ പറ്റിയും പറഞ്ഞു കൊടുക്കണം. ഇനി ആദ്യത്തെ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഗുഡ് ടച്ച് എന്താണെന്നാണ്. ഇപ്പം വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്, അവര് സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുഖത്തൊരു ഉമ്മ നൽകുന്നുണ്ട്. അച്ഛനമ്മ ഉമ്മ നൽകാറുണ്ട്. ഇനി ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡോക്ടർ പരിശോധിക്കുകയാണ്, ഇനി യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് പോയി, മൂത്രമൊഴിക്കുന്നിടത്ത് ബുദ്ധിമുട്ടുണ്ട്, അപ്പം ഡോക്ടർ നോക്കുകയാണ്. അപ്പൊ അത് എക്സാമ്പിൾ സഹിതം പറഞ്ഞു കൊടുക്കണം. അതൊക്കെ എന്ന് പറയുന്നത് ഗുഡ് ടച്ചിൽ വരുന്നതാണ്. ഇനി ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് കഴുകി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു. അതൊക്കെ ഉദാഹരണ സഹിതം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വ്യത്യാസം എന്ന് പറയുന്നത് അതും നോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവര് ഇങ്ങനൊരു സാഹചര്യത്തില് നമ്മളിപ്പം കുഞ്ഞ് ടോയ്ലറ്റിൽ പോയിട്ട് വന്നു, സോ സാഹചര്യം അതാണ്, നമുക്ക് കഴുകിയേ പറ്റത്തുള്ളൂ. സോ കുഞ്ഞുങ്ങളടുത്ത് പറഞ്ഞു, ആ ഒരു സാഹചര്യത്തില് അവിടെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ അതൊരു ബാഡ് ടച്ച് അല്ല മക്കളെ, അതൊരു ഗുഡ് ടച്ച് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്തൊരു കുഞ്ഞിനെ ഒരാൾ മടിയിലെടുത്ത് വെക്കുകയാണ്, ഉദാഹരണം വെച്ച് തന്നെ പറഞ്ഞു, മടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു അങ്കിള് വന്ന് മോളെ എടുക്കുകയാണ്, എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ ലിപ്സ്, ചുണ്ട്, കഴുത്ത്, നെഞ്ച്, അതായത് മാറിടം, ബ്രസ്റ്റ്, അവർക്കറിയാം നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ഭാഷയുണ്ട്, അത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ വയറ്, നിതംബം, ബട്ടക്സ്, അതുപോലെ തൊടയുടെ ഇടുക്ക്, അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മൂത്രമൊഴിക്കുന്ന ഭാഗം, ഇവിടെയൊക്കെ ഒരു ആവശ്യമില്ലാതെ ഒരാള് തൊടുകയാണെങ്കിൽ അതാണ് ബാഡ് ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി ഇപ്പൊ സ്കൂളിൽ പോകുന്നിടത്ത് എത്രയെത്ര സ്കൂളിൽ ഇപ്പൊ പെണ്ണുങ്ങളും ആണുങ്ങളും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് സ്കൂളിൽ വിടുമ്പോഴായാലും ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഇന്ന് സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം. ചോദിക്കുമ്പോൾ അവർ പറയും. അപ്പൊ അതിനു മുമ്പ് അവർക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്
ഞാൻ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഞാൻ പറഞ്ഞല്ലോ, ബാഡ് ടച്ച് ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഇതാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെയാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, ഇൻ കേസ് ആരെങ്കിലും കുഞ്ഞിനോട് മോശമായി പെരുമാറിയാൽ ആ ഒരു സീനിൽ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളല്ലേ, ഒന്ന് അവിടുന്ന് ഓടി മാറാൻ പറയാം. അല്ലെങ്കിൽ മടിയിലിരിക്കുകയാണെങ്കിൽ മോളങ്ങ് പതുക്കെ എണീറ്റ് മാറണം എന്നങ്ങ് പറയാം. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ കുഞ്ഞു മക്കളല്ലേ, ഒരു കടി കൊടുത്തിട്ടെങ്കിലും അവർക്കാവുന്ന രീതിയിൽ ഓടി മാറാൻ പറയാം. എന്നിട്ട് അച്ഛനമ്മമാരുടെ അടുത്ത് വന്നും പറയണം, ഇത്തരത്തിലൊരു സംഭവം നടന്നാല് മക്കൾ പറയാതിരിക്കരുത് എന്നും ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മള് ഈ സ്കൂളിൽ നിന്നൊക്കെ വൈകിട്ട് വന്നിട്ട് ചില കുട്ടികൾ ആവശ്യമില്ലാതെ കരച്ചിലായിരിക്കും, ചിലപ്പോൾ മുഖം എപ്പോഴും ഗ്ലൂമി ആയിരിക്കും, ഡിപ്രഷൻ ആയിരിക്കും, സ്കൂളിൽ പോകാൻ മടി കാണിക്കും. ഒരാൾ വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ മാത്രം കുഞ്ഞിനൊരു ഭയം. അപ്പൊ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് കുഞ്ഞിനോട് ചോദിക്കണം, എന്ത് പറ്റി, എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ മടിക്കുന്നത് എന്നവരോട് ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ കുഞ്ഞു മക്കളെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കുന്ന ഒരു ശീലമുണ്ട് അല്ലെ. നമ്മള് ഉമ്മ കൊടുക്കാനായിട്ട്, അതായത് ഈ പറയുന്ന പോലെ പാരന്റ്സ് തന്നെ പറയും, മോനെ ഒരു ഉമ്മ കൊടുക്ക്, അങ്കിളിനൊരു ഉമ്മ കൊടുക്ക്, ആന്റിക്ക് ഒരു ഉമ്മ കൊടുക്കുക എന്ന് പറയും. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവര് വീട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും ഉമ്മ കൊടുക്കുക, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ വരുന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് നിർബന്ധിച്ച്, കുഞ്ഞുങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർ കൊടുക്കട്ടെ. അതായത് നിങ്ങളായിട്ട് നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കുന്ന ശീലം അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആണായാലും പെണ്ണായാലും അണ്ടർ ഗാർമെന്റ്സ് ഇടിയിക്കുന്ന ഒരു ശീലം അത് മസ്റ്റ് ആക്കുക. ഇനി നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ്, കുഞ്ഞുങ്ങൾക്ക് അണ്ടർ ഗാർമെന്റ്സ് ഇല്ല, പുറത്തു നിന്നൊന്നും ഒരാളെടുത്താൽ പോലും അവരെന്താ മടിയിൽ പിടിച്ചിരുത്തുമ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഒരു അണ്ടർ ഗാർമെന്റ് ഇട്ടിട്ട് വേണം കുഞ്ഞുങ്ങളെ പുറത്ത് ഡ്രസ്സ് ഇട്ടിട്ട് വേണം അവിടെ വീട്ടിൽ നിർത്താനായിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എത്ര തിരക്കുള്ള പാരന്റ്സ് ആയാലും രാത്രി വന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് കുഞ്ഞിന് കഥ പറയാനോ, നമ്മുടെ കുഞ്ഞിന്റെ കൂടെ കിടക്കുമല്ലോ, അന്നേരം ചോദിക്കുക അവരുടെ സൂത്രത്തില്. നമുക്ക് ചോദിക്കാനൊരു രീതി ഉണ്ടല്ലോ, ഇന്ന് സ്കൂളിലെ വിശേഷങ്ങൾ എന്തുണ്ടായിരുന്നു, സ്കൂൾ ബസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂൾ അവിടുത്തെ ടീച്ചർ എങ്ങനെയുണ്ട്, ആയമാരെങ്ങനെയുണ്ട്, പിന്നെ ഇന്ന് അപ്പുറത്തെ വീട്ടിൽ പോയോ, അവിടെ എന്തുണ്ട് വിശേഷം, എല്ലാം. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് അവർക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരാണ്, സ്ട്രേഞ്ചേഴ്സ് അല്ല. സ്ട്രേഞ്ചേഴ്സ് 10% വരുന്നുള്ളൂ, 90% അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും അവർക്ക്. അപ്പൊ അവർ കുഞ്ഞുങ്ങൾ മടിയില്ലാതെ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ അവരുടെ ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് ശ്രമിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയും പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പാരന്റിങ് ടിപ്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുക. നമ്മള് കുട്ടികൾ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് ചോദിക്കും, അച്ഛനമ്മയ്ക്കൊന്നും എത്രാളാ കുഞ്ഞ് പറയാൻ ഇച്ചിരി മടിച്ചു കഴിഞ്ഞാല്, ഓ എന്റെ കുഞ്ഞിനെ പറ്റി ഇപ്പൊ ഇവര് വിചാരിക്കോ, ഇവൻ സ്മാർട്ട് അല്ല, ഇവൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കോ. എപ്രാളം കൊണ്ട് കുഞ്ഞ് പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാര് പറയാറുണ്ട്, എന്റെ പേര് ഇന്നതാണ്, ഇവൻ ഇത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ ഉടനെ അച്ഛനമ്മമാര് പറയും ഇത്രാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സോ എന്താ, ലെറ്റ് ദം സ്പീക്ക്. അവരെ സംസാരിക്കാൻ വിടുക. അവരെ നമ്മളായിട്ട് സംസാരിക്കില്ല, അവർക്ക് അവരുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അത് എവിടെയായാലും നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് എന്താ നിങ്ങളോട് പറയാനുള്ളത് പാരന്റിങ് ടിപ്സുമായിട്ട്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ഡോക്ടർ, നമ്മൾ അന്ന് നേരത്തെ ഫേസ്ബുക്കിൽ ഒരു കാര്യം അയച്ചു തന്നിട്ടുണ്ടായില്ലേ, ലേഡീസിന്റെ, അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ഒരു സെക്കൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ആർട്ടിക്കിൾ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിറേന എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ, ഒരു ലേഡി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഠിനമായ ആർത്തവ വേദനയും ആർത്തവ രക്തസ്രാവവും കൊണ്ട് ഒരു നിവൃത്തിയില്ലാതിരുന്നിട്ട് 2 കുട്ടികളുണ്ട് അവർക്ക് ലാസ്റ്റ് മിറേന ഇൻസേർട്ട് ചെയ്തു അവരുടെ ഗർഭാശയത്തിൽ. അതിനുശേഷം അവർക്ക് ഉണ്ടായ മാറ്റത്തെ കുറിച്ചൊക്കെ വന്നിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടാകും. അപ്പൊ മിറേന എന്ന് പറയുന്നത് ഒരു ഗർഭനിരോധന മാർഗമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഗർഭനിരോധനത്തിന് വേണ്ടി ആ ഒരു പർപ്പസിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മിറേന എന്ന് പറയുന്നത് ഇപ്പം ഒരു 55 വയസ്സായ സ്ത്രീ ആയാലും അല്ലെങ്കിൽ ഒരു 50 വയസ്സായ സ്ത്രീ അമിത രക്തസ്രാവവും ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, ഇപ്പൊ അവർക്ക് കുഞ്ഞുങ്ങളായി, പക്ഷെ ഇപ്പം ഗർഭനിരോധനം മാറി ചിലപ്പോൾ പ്രസവം നിർത്തിയ സ്ത്രീ ആയിരിക്കാം. പക്ഷെ ആ ഒരു പർപ്പസിൽ മാത്രമല്ല, മിറേന കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസിലൂടെ നമ്മൾ ഗർഭാശയത്തിൽ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. മിറേനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കോപ്പർട്ടി എന്ന് പറയുന്ന ഗർഭനിരോധന മാർഗം എല്ലാവർക്കും അറിയാം. അതിനകത്ത് നമ്മുടെ ഈ ഒരു T ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അതിന് ചുറ്റും കോപ്പർ റാപ്പ് ചെയ്തിട്ടുണ്ടാവും.
ഈ കോപ്പറാണ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കി ഈ സ്പേമിനെ ആയാലും എഗ്ഗിനെ ആയാലും ഒക്കെ നശിപ്പിച്ചിട്ട് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ മിറേന എന്ന് പറയുന്നത് ഒരു ഹോർമോണൽ IUD ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. ഇതിനകത്ത് പ്രൊജസ്ട്രോൺ എന്ന ഒരു ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ എന്നൊരു നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇതിന് സമാനമായ പ്രൊജസ്റ്റിൻ എന്നൊരു ഹോർമോൺ ആണ് ഈ മിറേന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രൊജസ്റ്റിൻ ആണ് ഇവിടെ പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻസ് കാരണം ഉണ്ടാകുന്ന എത്രയോ സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഈ എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ സിവിയർ ബ്ലീഡിങ്ങും കാണും, സിവിയർ പെയിനും കാണും. അപ്പൊ ഇതിലൊക്കെ മിറേന ഭയങ്കര നല്ലൊരു സൊല്യൂഷനാണ്. ഒരുപാട് പേര് അമിതമായ ഇപ്പം ഗർഭാശയത്തേക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ മാത്രമാണെന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട്. ഗർഭാശയം എന്ന് പറയുന്നത് ഒരു 35 വയസ്സൊക്കെ ആയി ഇപ്പൊ 2 കുട്ടികളും ആയെങ്കിൽ അമിതമായ ആർത്തവ രക്തസ്രാവമാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഫാമിലിയിൽ തന്നെ നിസ്സാരമായിട്ട് പറയുന്നത്, ഇനിയിപ്പം ഇതെങ്ങെടുത്ത് മാറ്റുന്നതാണ് മനുഷ്യന് ഏറ്റവും നല്ലത് എന്ന്. പക്ഷേ നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് വേണ്ട ഒരു വിലപ്പെട്ട അവയവമാണ് ഈ ഗർഭാശയം എന്ന് പറയുന്നത്. ഈ ഗർഭാശയം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങും ഹോർമോണൽ പ്രോബ്ലംസും, മൂഡ് ഡിസോർഡേഴ്സും, മൂഡ് സ്വിങ്സും, ആവശ്യമില്ലാത്ത ദേഷ്യം, ഇറിറ്റേഷൻ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഗർഭാശയം മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? പക്ഷെ ഇതൊന്നും ഓർക്കാതെ, കാര്യം ഹിസ്റ്റക്ടമി എന്നൊരു സർജറി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആവുകയും ചെയ്യും അല്ലെ? എല്ലാരും അതങ്ങ് ചെയ്ത് അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണ്. പിന്നെ മാസം മാസമുള്ള പാഡ് ചേഞ്ചും ബുദ്ധിമുട്ടുകാരും ഒന്നും അറിയണ്ട, സേഫ് സോൺ ആണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവിടെയാണ് ചിന്തിക്കേണ്ടത് ഈ ഒരു ഹോർമോണൽ പ്രശ്നങ്ങൾ എമർജൻസി ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്കത് ചെയ്യണം. പക്ഷെ ഇത്തരം കേസിലൊക്കെ നമ്മൾ യൂട്രസ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ അവിടെ ഹോർമോണൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. മാനസികമായും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ തുടങ്ങും. അപ്പോൾ അത് ലൈഫ് ലോങ് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് മിറേനയുടെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിറേന എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഗർഭാശയത്തിന് പുറത്ത് അമിതമായിട്ട് ഉള്ള ഗർഭാശയ കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് അമിതമായി വളരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോർമലായിട്ട് ഈ ഒരു ടിഷ്യൂസ് വളരുമ്പോൾ ഗർഭാശയത്തിന്റെ ഭിത്തി ലൈനിങ്ങിന്റെ തിക്നെസ് കൂടി വരും. ഈ തിക്നെസ് കൂടുമ്പോൾ ഓരോ മാസം ഓരോ ആർത്തവ സമയമാകുമ്പോൾ ഈ ഒരു ലൈനിങ് ബ്രേക്ക് ആയി ആർത്തവ രക്തത്തോടൊപ്പം ഈ ടിഷ്യൂസും ഒക്കെ പുറത്തേക്ക് പോകുന്നു. ഇത് അമിത രക്തസ്രാവത്തിനും അതോടൊപ്പം തന്നെ ആർത്തവ വേദനയ്ക്കും ഇടയാക്കും. ഞാൻ ഈ മിറേനയിൽ നിന്ന് വരുന്ന പ്രൊജസ്റ്റിൻ എന്ന ഹോർമോണിന്റെ ഒരു പ്രത്യേകത ഈ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്നെസ്സിനെ കുറയ്ക്കുമ്പോൾ എൻഡോമെട്രിയോസിസിന് അവിടെ ആശ്വാസം വരും. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലുള്ള അമിത ആർത്തവ വേദന, മസിൽ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ ഈ ഒരു പ്രൊജസ്റ്റിൻ ഹോർമോൺ സഹായിക്കും. ഇത് കൂടാതെ പെൽവിക് ഇൻഫെക്ഷൻസിനെ തടയാനും മിറേന സഹായിക്കാറുണ്ട്. അതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ, അഡിനോമയോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇതിലൊക്കെ മിറേന വളരെ നല്ലൊരു സൊല്യൂഷനാണ്. ഇനി ഇതിന്റെ ഒരു ഇൻസേർഷൻ എന്ന് പറയുന്നത് ഗർഭാശയത്തിലേക്ക് ഒരു നല്ലൊരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണ് ഇത് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റ് എടുക്കും. ഇതിന്റെ ഒരു ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തെ കാലാവധിയാണ് പറയുന്നത്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഈവൻ കൺസീവ് ആവണമെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് കൺസീവ്. അപ്പൊ കൺസീവ് ആയി അല്ലെങ്കിൽ 2 കുട്ടികളായി അവർക്ക് മാത്രമേ മിറേന യൂസ് ചെയ്യാമെന്നല്ല. ഇപ്പൊ ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടി അമിതമായ രക്തസ്രാവമാണ്, കല്യാണം കഴിഞ്ഞ കുട്ടിയാണെന്ന് തന്നെ വെച്ചോളൂ. സോ ഇപ്പൊ അവര് പക്ഷെ ആർത്തവ രക്തസ്രാവം നിലയ്ക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ ഒരു കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് മിറേന ഇൻസേർട്ട് ചെയ്യാം. ഇൻ കേസ് ഇതിനിടയിൽ അവരുടെ തീരുമാനം മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിറേന റിമൂവ് ചെയ്യാം. മിറേന റിമൂവ് ചെയ്യുമ്പോൾ കൺസീവ് ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ചെലവ് ഞാൻ നോക്കിയിട്ട് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത് 3000 സംതിങ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രൊസീജിയർ ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 5000 10,000 ഇടയിൽ വരും. അത് ഡിപ്പെൻസ് ഓൺ ഹോസ്പിറ്റലാണ് വരുന്നത്. അതുപോലെ ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ഉണ്ട്. ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ സൈഡ് എഫക്ട്സ് ഒന്നും ഈ മിറേനയിൽ വരുന്നതുമില്ല. അപ്പൊ എല്ലാം കൊണ്ടും മിറേന സേഫ് സോണിലാണ്. മാത്രമല്ല ഈ ഒരു കോപ്പർ ടീ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗർഭനിരോധനമാണ് നൽകുന്നത്. പക്ഷെ മിറേന എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് 7 ദിവസത്തിനകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ, ഈ മീൻസ് ഗർഭനിരോധനമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെയാണ് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. സോ ആ ഒരു കാലയളവിൽ കോണ്ടം പോലുള്ളവ യൂസ് ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അമിത ആർത്തവ രക്തസ്രാവം ഈ ഒരു കണ്ടീഷനായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3 മുതൽ 6 മാസത്തിനകത്താണ് ഇതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങുന്നത്. ചില സ്ത്രീകളിൽ ആദ്യത്തെ മാസം തന്നെ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങാറുണ്ട്.
ഇനി ഇൻസേർട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, ലിവർ ഡിസീസസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്കൊന്നും ഈ മിറേന, അത് നമ്മളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് അറിയാലോ, ഡോക്ടർ തീരുമാനിക്കും ഇവര് മിറേന ഇടാൻ പറ്റുന്ന ആൾക്കാരാണെന്നും. പിന്നെ ചില സ്ത്രീകളിൽ ചില കമന്റ്സ് കണ്ടായിരുന്നു, മിറേന റിജക്ഷൻ വരും, ചിലവർക്ക് പറ്റത്തില്ല. ഒരു ഫോറിൻ ബോഡിയാണ്, നമ്മുടെ ബോഡി അങ്ങനെയാണല്ലോ, റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരക്കാർക്കും മിറേന യൂസ് ചെയ്യാൻ പറ്റാറില്ല. ഇതാണ് മിറേനയെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ പറഞ്ഞതുപോലെ ഗർഭനിരോധനത്തിനോടൊപ്പം തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾക്കും ഈ ഒരു മിറേന എന്നുള്ളൊരു ഗർഭനിരോധന മാർഗം വളരെ നല്ലൊരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കുക. നേരത്തെ ജസീന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ? അല്ല, ഒരാള് ഡൗട്ട് ചോദിക്കാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഡോക്ടറെ, നമ്മള് ഈ പീരീഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം? പെൺകുട്ടികൾക്ക് എങ്ങനെ പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം? പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞു, പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു അറിയാലോ, അത് ഉദ്ദേശിച്ച എങ്ങനെയാണ്, നമ്മള് പീരീഡ്സ് ആവുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? ആദ്യമായിട്ടാവുമ്പോ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണ്ട. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പം ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാസമുറ എന്ന് പറയുന്നത്. അപ്പം പല കുഞ്ഞുങ്ങൾക്ക് അത് പേടിയായിരിക്കും. അപ്പൊ ആദ്യമേ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോൾ, വയസ്സറിയിക്കാനുള്ള ഒരു പ്രായമാകുമ്പോൾ നമുക്കറിയാലോ 11-12 വയസ്സാണ് സ്റ്റാർട്ടിങ്. അപ്പം പറഞ്ഞു കൊടുക്കുക, ഇതുപോലെ ശ്രദ്ധ വേണം, അടിവസ്ത്രത്തിലൊക്കെ ശ്രദ്ധ വേണം, ഇതുപോലെ സ്പോട്ടിങ് പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അമ്മയോട് വന്ന് പറയണം എന്നൊക്കെ പറയാ. പിന്നെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു സ്ത്രീ ആകുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ്, അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് മോൾക്കും ഇത് വരും, അപ്പൊ മോൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട എന്നവർക്ക് അവർക്ക് പറയാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. പിന്നെ ചിലപ്പോൾ ഇവരുടെ ക്യാരക്ടറിൽ ആ ഒരു സമയത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ ക്യാരക്ടറിൽ ആവശ്യമില്ലാതെ ദേഷ്യം ഇതൊക്കെ വരും. നമുക്ക് പണ്ടതൊന്നും അറിയത്തില്ലായിരുന്നു, നമ്മൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ കാണിക്കുമ്പോൾ നല്ല അടി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് അതൊരു കംപ്ലൈന്റ് ആയിട്ട് വന്ന് ഡോക്ടറോട് പറയാണ്. കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ്, കുറച്ചുകൂടെ കാലം മാറിയോണ്ടായിരിക്കാം കുഞ്ഞിന്റെ ക്യാരക്ടറിൽ മാറ്റമുണ്ട്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണ്. ഇപ്പോഴത്തെ അമ്മമാര് പൊതുവെ എനിക്ക് തോന്നുന്നു കുറച്ച് അടിയും കുറവാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അടിയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര മാനസിക പിരിമുറുക്കമൊക്കെ വരും, ദേഷ്യം. പക്ഷെ ഇന്ന് നമുക്കറിയാം കുഞ്ഞുങ്ങളിൽ വരുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് ആണെന്നും ദേഷ്യവും ഇതൊക്കെ ആ പ്രായത്തിന്റെ ഇതാണെന്നും അവര് കുറച്ചുകൂടെ ആവുമ്പോഴത്തേക്കും അതങ്ങ് മാറി വരും എന്നുള്ള കാര്യം നമുക്കറിയാം. ഡോക്ടർമാരത് അമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അവരെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ആ സമയത്തും അമ്മ നല്ലൊരു സുഹൃത്താവുകയാണ് വേണ്ടത്. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് കേട്ടോ, അതൊരു സത്യമാണ്. അടി ആവശ്യമാണ് നമുക്ക്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, ഇനി മാസമുറയുടെ വേദനയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഭയമാണ്. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഗർഭപാത്രം. ഇതിലെ മസിൽസ് കൺട്രാക്ട് ചെയ്യുക, അതായത് ചുരുങ്ങുമ്പോൾ, അതായത് പിന്നെ ചുരുങ്ങുന്ന ഒരു ഇതാണ്, പ്രോസസ്സാണ്. അപ്പൊ ഒരു മസിൽ സ്പാസം വരും, ഈ പുറത്തേക്ക് ഈ ബ്ലഡിനെ ഒഴുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേ വരുന്ന ഒരു മസിൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പാസമാണ് നമുക്ക് ഈ പെയിൻ ആയിട്ട് വരുന്നത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതിപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തില് ഈ മാസമുറ സമയത്ത് വേദന കൊണ്ട് പൊളയുന്ന കുട്ടികളും ഉണ്ട്, കല്യാണം കഴിഞ്ഞ സ്ത്രീകളും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് ഈവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് കൊടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്ന എത്ര സ്ത്രീകളുണ്ട്, എല്ലാ മാസവും കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഇനി പെൺകുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർക്കൊക്കെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാൻ ഒരു മടിയും കാണിക്കും. എന്നിട്ട് ഇത് തൽക്കാലം ഈവൻ എല്ലാ മാസവും മെഫ്താൽ വാങ്ങി കഴിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അതായത് മെഫ്താൽ എന്നൊക്കെ പറയുന്നത് നല്ല ഹൈ ഡോസിലുള്ള ഒരു പെയിൻ കില്ലർ ആണ്. ഇത് വാങ്ങി കഴിക്കുന്ന എത്രയോ പേരുണ്ട്. പെയിൻ കില്ലർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു കല്യാണ പ്രായം വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നേരെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി സ്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അറിയുന്നത് PCOD-യോ എൻഡോമെട്രിയോസിസോ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണും. ഈ ഒരു നോർമലി ഒരു കുട്ടിക്ക് ആർത്തവം വരുമ്പോൾ ഒരു പെയിൻ കാണും, അത് എല്ലാ കുട്ടികൾക്കും കാണണമെന്നില്ല. ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരു 4 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ നിൽക്കുന്ന ഒരു പെയിനാണ്. അത് അല്ലാതെ ഒരു കുട്ടി ദിവസത്തിൽ 2 ദിവസം ഒരേ കിടപ്പ് കിടക്കുന്നു, വൊമിറ്റ് ചെയ്യുന്നു, ഛർദ്ദിക്കുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുക. ഒരു നിസാരമായി പറയുകയാണെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റും ഒരു സ്കാനും തന്നെ ധാരാളമാണ്. ഇനി അനീമിക് ആണോ ഒക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും.
അപ്പൊ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് അറിഞ്ഞ് അതിനെ ക്ലിയർ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ ആർത്തവ വേദനയും ഇതിനോടൊപ്പം വരുന്നില്ല. ചില ശരീരത്തിന്റെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ആർത്തവ വേദന കൂടുതലായി വരാം. അപ്പൊ ഇത് നമുക്ക് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു 80% കുട്ടികൾക്കും PCOD എന്നൊരു പ്രശ്നമുണ്ട്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം തന്നെയാണ്. കാര്യം ഇപ്പൊ പുറത്തു നിന്നുള്ള ഫുഡ് ആയാലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പിസ്സ, ബർഗർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മധുര പലഹാരങ്ങൾ, ഇതിൽ ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും പ്രിസർവേറ്റീവ്സും ഇതൊക്കെയാണ് വില്ലന്മാരാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോർമോൺ ചിക്കൻ, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഹോർമോണൽ വേരിയേഷൻസ് വരാനും ഒക്കെ. അപ്പൊ PCOD ഇപ്പോഴത്തെ മുഖ്യ കുട്ടികളുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ PCOD അത് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ പെയിൻ കില്ലർ കൊടുത്ത് ഇനി കൊച്ചുകുട്ടിയാണെങ്കിൽ അവർ ചിലപ്പോൾ പെയിൻ കില്ലർ കൊടുക്കാൻ മടിക്കും. ഇനി കല്യാണം കഴിഞ്ഞ് കുട്ടികളായ സ്ത്രീകളാണെങ്കിൽ ഇനി പേടിക്കാനൊന്നുമില്ല, ഇതൊന്നും പറഞ്ഞ് 2ഉം 3ഉം ഗുളിക കഴിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഗുളിക കഴിക്കുന്നതിന് പകരം നമ്മൾ വേണ്ട സമയത്ത് ഒരു ഡോക്ടറെ കണ്ട് എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, വേദന സ്വാഭാവികമാണ്, അത് വരും. അത് ഒരു 4-6 മണിക്കൂർ. അപ്പൊ ആ ഒരു വേദനയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ മാം കാര്യങ്ങളുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ആ. മാം, യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാർക്ക് പിന്നെ ഈ മെറീന ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? ഫൈബ്രോയിഡ് അതിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഇപ്പം വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ മിറേന വെക്കാൻ പറ്റത്തില്ല, അകത്തേക്ക് വെക്കാനുള്ള പ്രശ്നമുണ്ട്. അതിന് ഞാൻ പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് ഡോക്ടറെ പോയി കാണണം. കണ്ട് അതിന്റെ സ്റ്റേജ് എങ്ങനെയാണ് അസസ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഫൈബ്രോയിഡിന്റെ കാര്യം. വലിയ ഫൈബ്രോയിഡ് തന്നെയാണ്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ എപ്പോഴും കൂളായിട്ട് ആഫ്റ്റർ 40 ഇയേഴ്സിന് ശേഷം പറയാറ്, ഇനി എന്തിനാ യൂട്രസ്, നിങ്ങൾക്ക് അങ്ങ് മാറ്റിയപ്പോ. അങ്ങനെയാണ്. അതൊരു ഇതാണ് ഒരു എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇതങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടുള്ളൂ. അതല്ലേ ഹിസ്റ്റക്ടമി അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസും എന്തൊക്കെ പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്ക് എല്ലുകൾക്ക് ബലമില്ല, ജോയിന്റ് പെയിൻസും ഒക്കെ തുടങ്ങും അങ്ങ്. പക്ഷെ ഈ ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷൻസിൽ ഇത്രയും വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ തീർച്ചയായും അത് ഹിസ്റ്റക്ടമി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. മിറേനെ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. മെനോപോസ് വരുമ്പോഴും സ്ത്രീകൾക്ക് അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ വരുമോ? അപ്പൊ മെനോപോസില് പ്രീ മെനോപോസൽ സിൻഡ്രോംസും ഉണ്ട്, പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോംസും ഉണ്ട്. അതായത് മാസമുറ നിൽക്കുന്നതിന് മുമ്പ് ഒരു ഇറഗുലാരിറ്റി വരും. അതായത് ചില അടുപ്പിച്ചടുപ്പിച്ച് 15 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുക, ചിലപ്പം ഒത്തിരി ദിവസം ബ്ലീഡിങ്, ഒരു ഇറഗുലാരിറ്റി വരും. മെൻസ്ട്രൽ സൈക്കിളിൽ തന്നെ ഒരു ഇറഗുലാരിറ്റി വരും. ചിലപ്പോൾ ഒരു 48 വയസ്സ് അവര് മാസമുറ നിൽക്കാറാവുമ്പോൾ അങ്ങനെ പ്രശ്നം വരാറുണ്ട്. അത് അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ എന്ന് പറയാം. അതായത് മാസമുറ കഴിയുമ്പോഴും ഒരു സിൻഡ്രോം വരാറുണ്ട്. അവിടെയും ഈ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇതുണ്ട്, നമ്മളെ ദേഹം മൊത്തം ചൂട് പോലെ ഫീൽ ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇനി മാസമുറ നേരത്തെ നിൽക്കുന്ന സ്ത്രീകളുണ്ട്, മാസമുറ സ്റ്റോപ്പ് ആവുന്നവരുണ്ട്. അവരിലും ഇത്തരത്തില് ജോയിന്റ് പെയിൻസും കാര്യങ്ങളൊക്കെ വരും. മെനോപോസ് വരുമ്പോഴപ്പം പിന്നെ യൂട്രസ് എടുക്കുന്നത് ഒരുപോലെ തന്നെയാണോ? യൂട്രസ് എടുത്താലുള്ള അതേ കണ്ടീഷൻ തന്നെയാണോ? അങ്ങനെയല്ല. കാര്യം യൂട്രസിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഹോർമോണൽ വ്യവസ്ഥയുണ്ട്. അപ്പം നമ്മള് മെനോപോസ് ആയിക്കഴിഞ്ഞാലും മാസമുറ നേരത്തെ നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നിൽക്കുന്നു, ഗർഭപാത്രം നേരത്തെ എടുക്കുന്നവർക്ക് പ്രശ്നമുണ്ട്. മെനോപോസ് ഒരു 55ലൊക്കെ ആവുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ നോർമലി അത് നമ്മുടെ ജീവിതത്തിൽ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ കാൽഷ്യം കുറവ് ഇതൊക്കെ വരുന്നത് പ്രശ്നമാണ്. എത്ര സ്ത്രീകളുണ്ട് 30 വയസ്സിന് ശേഷം പാല് കുടിക്കുന്നവര്. എല്ലാം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് നമ്മൾ പാലും ഇതെല്ലാം കൊടുക്കുന്നത്. നമുക്ക് കാൽഷ്യം കിട്ടണമെന്നും പറഞ്ഞ് എത്ര സ്ത്രീകളുണ്ട് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഇതൊക്കെ എന്തായാലും ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ബോൺ റിലേറ്റഡ് പ്രശ്നങ്ങൾ എല്ലാവർക്കും, അത് ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ മെനോപോസ് നേരത്തെ ആവുന്നതും ഹിസ്റ്റക്ടമി നേരത്തെ ചെയ്യുന്നതൊക്കെ ഇത്തരം കണ്ടീഷൻസിന് കുറച്ചുകൂടെ ഫേവർ ചെയ്യും. ഇതൊക്കെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു ജസീന, താങ്ക് യു സോ മച്ച് മാം. അത് ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ റീസണിൽ ഉണ്ടായ ഒരു കാര്യമാണ്. എന്റെ ഫ്രണ്ടിന്റെ ഒരു മോളാണ്. ഫ്രണ്ടിന്റെ മോള് ഒരു 2 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കളിക്കാൻ പോയോടത്ത് എന്ത് സംഭവിച്ചു, അവിടെ വെച്ചിട്ട് ഇങ്ങനെ അതിനേക്കാൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഇതല്ലാത്ത സെക്ഷൽ പാർട്ടിലൊക്കെ തൊടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു.
അത് വീട്ടിൽ വന്ന് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൾക്കാണെങ്കിൽ കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ട്. ഇനി അവിടെ കളിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇത് വന്ന് പറയേയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അവിടുത്തെ കുട്ടിയാണോ ചെയ്യുന്നത്? അല്ലല്ല, നമ്മുടെ കുട്ടിയല്ല ചെയ്യുന്നത്. കളിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടീനെ സെക്ച്വലി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോ ആദ്യം സംസാരിക്കേണ്ടെന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനമ്മമാരായിട്ടാണ്. അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇതുപോലെ കുഞ്ഞു പറയുന്നുണ്ട്, അതൊരു ഇഷ്യൂ ആക്കാതെ പറയാ. അവരെ വിളിച്ചിട്ട് കാര്യമായിട്ട് പേഴ്സണലി പറയാ. എന്താ മോനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ആ കുട്ടിക്ക് എത്ര പ്രായം കാണും? അതിനൊരു 6-7 വയസ്സ്. കാര്യം ഇപ്പം TV ഒക്കെ കണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ്. ഇവിടെ എന്തുണ്ടെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടുതലാണ്. അപ്പൊ ഞാൻ ആ ഒരു കുട്ടിയെ നമുക്ക് കുറ്റം പറയല്ല, അവനെ തിരുത്തി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇപ്പം അറിവായ ഒരാൾ ചെയ്യുന്നതും 6 വയസ്സായ ഒരാൾ കുഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവൻ ഓരോ TV-യിലും അതൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് അവന് കൗതുകമാണ്, ഇവിടെ എന്താണ്, ഇത് ചെയ്താൽ എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ അവന്റെ അച്ഛനമ്മയും വിളിച്ചിട്ട് സാവകാശം അതൊരു ഇഷ്യൂ ആക്കാതെ പറയാ, ഞങ്ങൾക്ക് ഇതൊരു ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ല, കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് എന്താണ് സത്യാവസ്ഥയെന്ന് അറിയത്തില്ല, ഇതുപോലെ കുഞ്ഞാണ്, അവൾ ഇങ്ങനെ വന്ന് പറയുന്നു, അപ്പൊ ഈ പ്രായത്തിലെ കുഞ്ഞ് പറയണമെങ്കിൽ അതൊന്നും ഇല്ലാതെ ആവത്തില്ലല്ലോ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞിനെ. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ദേഷ്യപ്പെടാതെ ചോദിക്കുക. അപ്പൊ അവൻ ചിലപ്പോൾ നമ്മള് അവന്റെ അച്ഛനും അമ്മയും നല്ല ഫ്രണ്ട്ലി ആണെങ്കിൽ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അവനോട് കാര്യങ്ങൾ ചോദിക്കും, മോൻ അങ്ങനെ ചെയ്തോ എന്ന് ആ ചോദിക്കാണ്ട രീതിയിൽ അവനെ ഭയപ്പെടുത്താതെ ചോദിക്കുകയാണെങ്കിൽ അവൻ സത്യങ്ങൾ തുറന്നു പറയും, ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം അവനോട് പറയാ, ഇതുപോലെ ഈ പറയുന്നവര് തന്നെ പറയാം, മോനെ അടിക്കുകയോ ഒന്നും ചെയ്യണ്ട, അവനെ വിളിച്ചിട്ടൊന്ന് കാര്യമായിട്ട് ചോദിക്കേ, ഇങ്ങനെ ചെയ്തു എന്ന് അവൻ സമ്മതിക്കുകയാണെങ്കിൽ അവനൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഇഷ്യൂ ആക്കി മാറ്റുകയല്ല. ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് നമുക്ക് സംസാരിച്ച റിലേറ്റഡ് ആയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇപ്പൊ ഇത് സംഭവിച്ചത്, ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇത് സംഭവിച്ചല്ലോ, അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടീനെ പറഞ്ഞ്, ആ ഒരു ടെൻഷൻ ഉണ്ടാവൂലോ, ആ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാവും. അതിൽ ഏറ്റവും നല്ലത് നമ്മൾ ഈ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ അവന്റെ പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അത് അവരെ ഇൻഫോം ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. അത് അവരോട് എന്നിട്ട് പറയാം, ഞങ്ങൾ ഇത് ആരോടും പറയത്തില്ല, ഞങ്ങളുടെ കുഞ്ഞു പോലെ തന്നെയാണല്ലോ, 6 വയസ്സല്ലേ അവനുള്ളൂ, ഞങ്ങൾ ഇത് ആരോടും പറയത്തില്ല, നിങ്ങൾ ഇത് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുക. ഇനി ഇവിടുത്തെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മാറി വരാനുള്ള സമയമുണ്ട്, മാറിയെടുക്കാൻ ഇനിയും സമയം വരും. അതുകൊണ്ട് എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ സാഹചര്യം ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുഞ്ഞ് ചെറിയ കുട്ടിയാണെങ്കിൽ അത് നമുക്ക് വേറെ ശ്രദ്ധ തിരിക്കാമല്ലോ. അപ്പൊ കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നെങ്കിൽ വേറെ എന്തെങ്കിലും, വീട്ടിൽ തന്നെ പാരന്റ്സിന് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. കളിക്കാൻ ആരും ഇല്ലാത്തോണ്ടെങ്കിൽ ഇപ്പം സ്കൂളുകൾ തുറന്നു, ഡേ കെയറിലോട്ട് വിടാം. അവിടെ എന്തിനാണോ കുട്ടി കൂടുതൽ സമയം അങ്ങോട്ട് പോകുന്നത് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അത് പൊടിക്കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, പോണ്ടാന്ന് ഇന്ന കാര്യമാണെന്നും പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് നമ്മൾ പാരന്റ്സ് തന്ത്രപൂർവ്വം അവരെ അവിടെ നിന്ന് മാറ്റുന്ന രീതിയിൽ സംസാരിച്ച് ശ്രദ്ധ തിരിക്കുകയാണ് വേണ്ടത്. അത് വീട്ടിൽ കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ കളിക്കാനായിട്ട്, അല്ലെങ്കിൽ പാരന്റ്സ് കൂടെ ഇരുന്ന് കളിക്കുക. സമയമുള്ള പാരന്റ്സ് ആണെങ്കിൽ അവര് കൂടുതൽ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കളിക്കാൻ ഇഷ്ടമുള്ളത് ആരാണെന്ന് അറിയാമോ? സ്വന്തം അച്ഛനും അമ്മമാരാണ്. ഫ്രണ്ട്സിനെക്കാളിലും ഏറ്റവും കുഞ്ഞുങ്ങൾ കളിക്കാൻ കംഫർട്ടബിളും കളിക്കാൻ ഇഷ്ടവും അവർക്ക് അച്ഛനമ്മമാരാണ്. അച്ഛനമ്മമാര് സമയം സ്പെൻഡ് ചെയ്യാത്തോണ്ടാണ് കുഞ്ഞുങ്ങള് ഫ്രണ്ട്സിനെ തേടി പോകുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വീട്ടിൽ കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചിട്ട് അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അവനോട് കളിക്കാവുന്നതാണ്. ഇനി വേറെ ആർക്കെങ്കിലും ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹലോ മാം, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മള് മെൻസ്ട്രേഷൻ പീരീഡിനെ പറ്റിയിട്ട് ആൺകുട്ടികൾക്ക് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ? ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം തുറന്നു പറയാണ്, ആസ് എ ഡോക്ടർ ഞാൻ തുറന്നു പറയാണ്, അത് ഒരു അമ്മയ്ക്കേ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവൻ നാളെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി, അല്ല അവന്റെ ഭാര്യ നാളെ
ഇതാവുമ്പോ അത് കണ്ടിട്ടല്ല അവൻ മനസ്സിലാക്കേണ്ടത്. അവൻ ഈ കാര്യങ്ങൾ അറിയേണ്ടത് അവന്റെ അമ്മയിൽ നിന്ന് തന്നെയാണ്. ഒരു സെക്സിനെ പറ്റിയായാലും എല്ലാം പറ്റിയും അവൻ അറിയേണ്ടത് അമ്മയിൽ നിന്നാണ്. ഇന്നിപ്പോ ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ പൊടി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, കുഞ്ഞുങ്ങൾ അതായത് 3 to 4 എന്ന് പറയുന്ന ആ ഒരു ഏജ് എന്ന് പറയുന്നത് വളരെ അവരുടെ മനസ്സിൽ പല കാര്യങ്ങളും മെമ്മറി നിൽക്കുന്നതും അവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന എടുക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു 3-5 എന്നൊക്കെ പറയുന്ന ഏജ് എന്ന് പറയുന്നത്. സോ അവരുടെ മനസ്സിൽ അപ്പം നിൽക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പിന്നെ ഒരുപാട് കാലം അവരുടെ മനസ്സിൽ സ്പാർക്കായിട്ട് കിടക്കും. അപ്പൊ ആ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം മാസമുറയെ പറ്റിയിട്ടാണെങ്കിൽ ഇപ്പം എത്ര കുട്ടികളുണ്ട്, ഞാൻ തമാശ പോലെ പറയാണ്, നമ്മള് പാഡ്സിന്റെ പരസ്യം TV കാണിക്കുമ്പോൾ ദേ അമ്മ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറയുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അതെന്തുകൊണ്ടാ കുഞ്ഞുങ്ങൾ പറയണ, അമ്മ അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ ചോദിക്കും അമ്മ എന്തിനാ ഇത് ഉപയോഗിക്കുന്നതെന്ന് അല്ലെ അടുത്ത ചോദ്യം. അപ്പം മോൻ സ്നഗ്ഗി ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട്, മോൻ മൂത്രം ഒഴിക്കുമ്പോ അമ്മ സ്നഗ്ഗി വെച്ച് തരാറുണ്ടല്ലോ. അതുപോലെ അമ്മയ്ക്ക് പീരീഡ്സ് ആവുന്നത് കൊണ്ടാണ്. അപ്പം പീരീഡ്സ് എന്താണെന്ന് അവിടുത്തെ ചോദിക്കും. അപ്പൊ പീരീഡ്സിനെ പറ്റിയൊന്നും കൂടുതലായിട്ട് ഈ 3-4 വയസ്സുകാരനോട് പറയണ്ട. പക്ഷെ പീരീഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നുള്ളത് അവന് മനസ്സിലാവും. നെക്സ്റ്റ് മന്തും അമ്മ ഈ പാഡ് എടുത്ത് പോകുമ്പോ അമ്മയ്ക്ക് പീരീഡ്സ് ആണ് എന്ന് പറയാൻ അവൻ അറിഞ്ഞിരിക്കണം. അമ്മയ്ക്ക് പീരീഡ്സ് ആണ്, പീരീഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറഞ്ഞു കൊടുക്കാം, അവന് മനസ്സിലാവും. അപ്പം അതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തന്റെ അമ്മയ്ക്കുള്ള അവയവങ്ങൾ തന്നെയാണ് മറ്റുള്ളൊരു സ്ത്രീക്കും ഉള്ളതെന്ന് നമ്മുടെ എല്ലാ ആൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നമ്മൾ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ നമ്മളെ എല്ലാ അമ്മമാരും നമ്മളെ മക്കളെ മുമ്പിൽ വെച്ച് ഡ്രസ്സ് മാറും അല്ലെ. കാര്യം അവർ പൊടിയല്ലേ, 3-4 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആ പ്രായത്തിൽ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും അവർ നോട്ട് ചെയ്യും. ഈവൻ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും. അവർ ശ്രദ്ധിച്ചോട്ടെ, അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ആസ് എ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത്. എന്നിട്ട് പറയാ, നീ ഇപ്പം അവൻ അമ്മയുടെ ബ്രസ്റ്റ് നോക്കി അവൻ ചിലപ്പോൾ ചിരിക്കും. കാര്യം എന്താ, അവൻ പാല് കുടിച്ച ബ്രസ്റ്റ് ആണത്. ആ ബ്രസ്റ്റ് കാണുമ്പോൾ അവന് ഓർമ്മ വരുന്നത് അവൻ കുടിച്ച പാലാണ്. അപ്പം ഇതേ ബ്രസ്റ്റ് എല്ലാ അമ്മമാർക്കും ഉണ്ടെന്നുള്ളത് അവൻ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നാണ് ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരിക്കണം. തന്റെ അമ്മയ്ക്കുള്ള എല്ലാ അവയവങ്ങളും തന്നെയാണ് നാളെ വളർന്നു കഴിയുമ്പോൾ അവനൊരു സ്ത്രീയെ കാണുമ്പോഴും അവന് തോന്നേണ്ടത് ആ ചിന്തയാണ്. പക്ഷെ നമ്മളെ സംസ്കാരം, നമ്മുടെ രീതി സെക്സിനെ പറ്റി കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ്. സമൂഹം അങ്ങനെയാണ്. നമ്മൾ സെക്സിനെ പറ്റി പറഞ്ഞാൽ പോലും കുഞ്ഞുങ്ങളോട് എങ്ങനെ പറയും, അതൊക്കെ മോശമാണ്, അതൊക്കെ നമ്മുടെ സദാചാരത്തിന് എതിരാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ്. നമ്മളെ ആൺമക്കളുള്ള എല്ലാ അമ്മമാരടുത്തും എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ, നാളെ ഒരു സ്ത്രീയെ ബഹുമാനത്തോടുകൂടി നിങ്ങളുടെ മക്കള് നോക്കണമെങ്കിലും അവരോട് പെരുമാറണമെങ്കിലും അവരുടെ മനസ്സിൽ ഒരു അടിസ്ഥാനമായി സ്ത്രീകളോടുള്ള ബഹുമാനം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു അമ്മയുടെ കടമയാണ്. തന്റെ അമ്മയെ അവൻ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത്, എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അതുപോലെ നാളെ അവൻ മറ്റൊരു സ്ത്രീയെയും കാണത്തുള്ളൂ. അപ്പൊ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടിയും ഒരു അധ്യാപികയ്ക്കല്ല, ഒരു അമ്മയ്ക്കാണ്. അത് ഓപ്പൺ ആയിട്ട് പറയാൻ ഒരു മടിയും വേണ്ട നമ്മുടെ അടുത്ത്. സെക്സും ഇപ്പം കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളൊന്നും ചോദിക്കത്തില്ലേ. അപ്പൊ നമ്മൾ പറയും അമ്മയുടെ വയറ്റിൽ മോൻ വന്നു എന്നേ പറയത്തുള്ളൂ. എന്താണ് അവിടെ നടന്നതെന്ന് നമ്മൾ പറയത്തില്ല. അതിപ്പം അവര് വളരുമ്പോ കാലത്തോടൊപ്പം അവർ മനസ്സിലാക്കി വരുന്ന കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ അവൻ അറിഞ്ഞിരിക്കണം, ബാക്കി കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിരിക്കണം. എന്റെ റഫ ഒരു ഡൗട്ട് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചോളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം. നേരത്തെ എന്നോട് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യണ ഒരു കാര്യം ചോദിച്ച ഒരാളുണ്ടല്ലോ. അത്രയും ഗ്രോത്ത് വന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ റിസ്ക് എടുക്കേണ്ട, ഹിസ്റ്റക്ടമി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഹിസ്റ്റക്ടമി ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഹിസ്റ്റക്ടമി ചെയ്തു എന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട, സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഹോർമോണൽ ചേഞ്ചസ് ആയാലും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാൽഷ്യം ഡെഫി പല പല പ്രശ്നങ്ങൾ, നമുക്ക് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരാം. അതിനൊക്കെ സപ്ലിമെന്റ്സ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ.
എന്ന് പറഞ്ഞ്, പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളിൽ അമിത ആർത്തവമാണെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ മിറേന പോലുള്ളത് നല്ലൊരു ഡോക്ടറെ കണ്ട് ഉചിതമായ ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ എല്ലാവരും മിറേന അങ്ങനെയല്ല. ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയും നിങ്ങൾ ഫിറ്റ് ആണ്, മിറേന നിങ്ങൾക്ക് ബെസ്റ്റ് ആണ് എന്ന് പറയും. ഡോക്ടറെ നമുക്ക് ഡോക്ടർ നമുക്ക് ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. 2 മക്കളും ഇപ്പൊ ഒരുവിധം വീടുകളിൽ ഒരുമിച്ച് ഒരു റൂമിൽ ഒരു ബെഡ്റൂമിൽ തന്നെ ആയിരിക്കും മിക്കത് കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് കിടത്തേണ്ടത്? 2 വയസ്സ് 3 വയസ്സാണ് എല്ലാവരും ഡിഫറൻസ്. എപ്പോഴാണ് നമ്മൾ അവരെ 2 പേര് സെപ്പറേറ്റ്? അതുപോലെ ആൺകുട്ടികളെ എപ്പോഴാണ് അമ്മയുടെ അടുത്ത് മാറ്റി കിടത്തേണ്ടത്? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു ഈ പറയുന്ന കണക്ക് ഒരു 10-11 വയസ്സ് അവരിലെ ഹോർമോൺ ചേഞ്ചസ് തുടങ്ങുന്നത് ആ ഒരു കാലയളവിലാണ്. ആൺകുട്ടിയായാലും ഒരു 10 വയസ്സ്, പെൺകുട്ടി ഒരു 10-12 വയസ്സെന്ന് പറയുന്നതാണ് അവരുടെ മനസ്സിൽ ഈ വക ഓരോ കാര്യങ്ങൾ അവർ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ തന്നെ അവർ തന്നെ മനസ്സിലാക്കി വരുന്ന ഒരു കാലം. അപ്പൊ ആ ഒരു ടൈമില് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ എന്റെ ഒരു അഭിപ്രായത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിലേക്ക് ആക്കുന്നത് എപ്പോഴും നമുക്ക് ആണായാലും പെണ്ണായാലും സേഫ് അല്ല. ഈ പറയുന്ന കണക്ക് അങ്ങനെ ആക്കിയാൽ പോലും നമ്മളൊരു കണ്ണ് എപ്പോഴും വേണം. ഇപ്പൊ പാരന്റ്സ് വേണമെങ്കിൽ അവരെ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂമും ഇവരുടെ റൂമും തമ്മിൽ നടുക്കൂടെ ഒരു വാതില്. ഈ വാതില് എപ്പോ വേണോ പാരന്റ്സിന് തുറന്ന് നോക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. കാര്യം ഒരു കുഞ്ഞിനെ ഒരു മുറിയിലേക്ക് എല്ലാ പ്രൈവസിയും കൊടുത്ത് മാറ്റുന്നതും നല്ലതല്ല. അപ്പൊ നമുക്ക് പാരന്റ്സിന് എപ്പോഴും കണ്ണെത്തുന്ന ദൂരത്തിൽ വേണം അവർ ഉറങ്ങാനായിട്ട്. ഇനി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇപ്പൊ ചിലപ്പോ നല്ല കൂടപ്പിറപ്പുകളായിരിക്കും അവര്. അപ്പം എന്നാലും വേണമെങ്കിൽ ഒരു റൂമിൽ 2 കട്ടിലാക്കാം. മനസ്സിലായോ? ഒരു കട്ടിൽ എന്നുള്ളത് 2 കട്ടിലാക്കാം. ഈ ഒരു പെൺകുട്ടി ഇപ്പൊ വയസ്സറിയിച്ചു, അപ്പൊ ആൺകുട്ടിക്കും പക്വതയൊക്കെ ആയി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്രദറും സിസ്റ്ററും ആണെങ്കിൽ ഒരു റൂമിൽ തന്നെ 2 കട്ടിലാക്കിയിട്ട് 2 പേർക്കും കിടക്കാം. നമ്മള് ഒരുമിച്ച് കിടക്കണ്ട. ഇനി ഒരുമിച്ച് കിടക്കുന്ന തെറ്റല്ല. അച്ഛനും അമ്മയും മക്കളും ഏത് പ്രായത്തിലും കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഒരു വലിയ തെറ്റല്ല. പക്ഷെ അതില് ചില ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യും. അതാണ് പ്രശ്നം വരുന്നത്. അതുപോലെ ഈവൻ മൊബൈൽ ആയാലും കമ്പ്യൂട്ടർ ആയാലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തൊരു റൂമും കൊടുത്ത് അവൻ സമാധാനമായിട്ടിരുന്ന് പഠിച്ചോട്ടെ എന്നും പറഞ്ഞ് ഒരു റൂം തന്നെ കൊടുക്കുന്ന എത്രയോ പാരന്റ്സ് ഉണ്ട്. ഒരിക്കലും ആൾക്കാർ കാണുന്ന ഒരു സ്ഥലത്തെ ഈ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ വെക്കാവോ? അത് ഹോളിന്റെ ഒരു സ്പേസിൽ എവിടെയെങ്കിലോ അച്ഛനമ്മയ്ക്ക് കാണാൻ പറ്റുന്ന, അല്ലാതെ ഒരു പ്രൈവസി കൊടുത്ത് അവര് കൊടുക്കില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ റൂമിന് ഇത് കൊടുക്കരുത്. എന്താ? ലോക്ക് തൽക്കാലം കംപ്ലൈന്റ് ആക്കി എങ്ങാനും വെച്ചാൽ മതി. നമുക്ക് എപ്പോ വേണോ ഇത് ഓപ്പൺ ചെയ്ത് അവൾ എന്താണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് നോക്കാനുള്ള ഒരു ഇത് വേണം. ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. പിണങ്ങി മുറി അടച്ച് കതവ് അടച്ച് കയറിയിരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്. ഇതിൽ തന്നെയാണ് ഓരോ അപകടങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മുറി അടച്ചിരിക്കുന്ന ഒരു പരിപാടിയും പ്രോത്സാഹിപ്പിക്കരുത്. വഴക്ക് കൊടുത്താലും ഞാൻ പറഞ്ഞില്ലേ, വഴക്ക് പറഞ്ഞാലും നിങ്ങൾ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഒരു അടിയും കൊടുത്ത് അല്ലെങ്കിൽ ഒരു വഴക്കും കൊടുത്തിട്ട് അവൻ എന്തോ ചെയ്യണമെന്നും പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കരുത്. കണ്ണ് രണ്ടും അങ്ങനെ നമ്മുടെ 2 കണ്ണും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുറത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടിയും കൊടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. പണ്ടത്തെ കാലമാണെങ്കിൽ നമ്മൾ അടിയും കൊടുത്ത് കുറച്ച് എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞിട്ട് നമ്മൾ തന്നെ എണീറ്റ് പോയി അച്ഛനമ്മമാരോട് മിണ്ടും. ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ച് വാശിയുണ്ട്. അവർ ഇങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ആ മുറിക്കകത്ത് തന്നെ ഇരിക്കും. സോ അവരെ നമ്മൾ സ്നേഹത്തിലൂടെ വേണം ഹാൻഡിൽ ചെയ്യാനും. ശിക്ഷിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ പോയി സംഭവം പറഞ്ഞ് നിങ്ങൾ തന്നെ കോംപ്രമൈസ് ആവണം. നമ്മുടെ മക്കളുടെ മുമ്പിൽ ഇച്ചിരി സ്നേഹത്തിന്റെ പേരിൽ താന്നു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ ലോക്ക് ചെയ്ത് ഇരിക്കുന്ന സമ്പ്രദായം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കട്ടെ. നിങ്ങൾ അത് കംപ്ലൈന്റ് ആക്കി ഇടുക. ലോക്ക് ശരിയാക്കിയില്ല എന്നുള്ളൊരിത് മതി. ഇനി ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും കാര്യങ്ങളാണെങ്കിൽ ഹാളിൽ ഇരുന്ന് ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ TV ആണെങ്കിൽ ഡൈനിങ് ഹാളിൽ വെച്ച് കൊടുക്കൂ. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ സിസ്റ്റം വെച്ച് കൊടുക്കൂ. എപ്പോ വേണം സിസ്റ്റത്തെ ഒന്ന് നോക്കാം. അങ്ങനെ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മളൊരു ഒത്തിരി വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടി നല്ലൊരു സിസ്റ്റം മേടിച്ചു കൊടുക്കുന്നത്. അവരതിൽ പഠിക്കട്ടെ. വേറെ ആർക്കെങ്കിലും ഓഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ടോ
എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്തെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം. ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഒരു 30 വയസ്സെന്നല്ല, പാല് നമ്മളിപ്പം അറിയാലോ, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം നമ്മളെ ഈ പറയുന്ന കണക്ക് ഒരു റെസ്റ്റ് ഉണ്ടാകത്തില്ല. വീട്ടമ്മ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ഇനി വീട്ടമ്മ തന്നെ ജോലിയുള്ള അമ്മയും കൂടെ ആണെങ്കിലോ, വീട്ടിലെ ജോലി, ഓഫീസ് കാര്യം, കുട്ടികളുടെ കാര്യം, ഏറ്റവും കൂടുതൽ നറിഷ്മെന്റ് വേണ്ടതും ഒരു അമ്മയ്ക്ക് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? പക്ഷെ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ ഫുള്ളും നമ്മളെ ഫാമിലിക്ക് വേണ്ടി അങ്ങ് വിടും. എന്നിട്ട് നമുക്കൊരു 50 അല്ലെങ്കിൽ 30 കഴിയുമ്പോൾ തന്നെ തുടങ്ങും ബാക്ക് പെയിനും സകല പ്രശ്നങ്ങളും തുടങ്ങുകയാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കൂടെ കുറച്ച് മാറ്റി വെക്കുക. നമ്മൾ ഉണ്ടെങ്കിലേ നമ്മളെ മക്കൾക്കും നമ്മളെ ഫാമിലിക്കും ഹസ്ബൻഡിനും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് പാല് സത്യം പറഞ്ഞാൽ കുടിക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ഗ്ലാസ് പാല് കുടിക്കുക ദിവസം. നട്ട്സും ബദാമും ഒക്കെ ഇഷ്ടം പോലെ കാണും. പക്ഷെ എത്ര അമ്മമാര് കഴിക്കുന്നുണ്ടോ? മക്കള് കഴിക്കാന്നായിരിക്കും പറയുന്നത്. ഒരു 2 ബദാം, 2 നട്ട്സ്, 2 ഡേറ്റ്സ് അങ്ങനെ കഴിക്കാം. ഇനി അത് പാവപ്പെട്ടവനോ ഞാൻ പറയട്ടെ, എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉള്ള സാധനം ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, പയറ്, സോയ, അങ്ങനത്തെ കാര്യങ്ങൾ, പ്രോട്ടീൻ, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പുഴുങ്ങിയിട്ട് മുട്ടയുടെ വെള്ള കഴിക്കുക, 2 മുട്ടയുടെ, അങ്ങനെയൊക്കെ നമ്മളും കൂടെ നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം കുറച്ച്. അതുപോലെ ശതാവരിയുടെ ശതാവരി എന്ന് പറഞ്ഞ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ശതാവരി വാങ്ങിയിട്ട് അത് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ട് പാലിൽ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് കഴിക്കാം. ശതാവരി, ഇതൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ഗർഭാശയ സംബന്ധമായിട്ടും ഒക്കെ ഒരു നല്ലൊരു ഇതാണ് ശതാവരിയൊക്കെ കഴിക്കുന്നത്. ആൺകുട്ടികൾ വയസ്സെന്താണ്? ഒരു ഓഡിയൻസിന് ഒരു ഡൗട്ട് വന്നേക്കുന്നത്. എന്തായിരുന്നു? ആൺകുട്ടികൾ വയസ്സ് അറിയിച്ചെന്ന് എങ്ങനെയാ അറിയാൻ പറ്റും? ആൺകുട്ടിയോടോ? അങ്ങനെ അവരുടെ ശരീരത്തിലൊരു സിംറ്റം ആയിട്ടൊന്നും ഈ പറഞ്ഞ പോലെ 10-12 വയസ്സൊക്കെയാണ് ഈ പറഞ്ഞ ഹോർമോണൽ ചേഞ്ചസ് അവരുടെ ശരീരത്തിൽ തുടങ്ങുന്നത്. അപ്പൊ തന്നെ നമുക്ക് കാണാം കുഞ്ഞു മുടികൾ വരുന്നതും മുഖത്ത് പിമ്പിൾസ് വരുന്നതും. അല്ലാതെ ഒരു സിംറ്റം ആയിട്ട് അല്ല, മീൻസ് ഒരു ലക്ഷണം കാണിച്ചുകൊണ്ടല്ല അവര് വരുന്നത്. പെൺകുട്ടിക്കെന്ന് പറയുമ്പോൾ അതൊരു ലക്ഷണമായിട്ടാണ് വരുന്നത്. പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അവർ ഈ ഒരു 10-12 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ അവരിൽ ഹോർമോണൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പതുക്കെ അവര് ആ ഒരു ഇതിലേക്ക് പോവുകയാണ്. അവരുടെ ശബ്ദത്തിൽ ചേഞ്ചസ് വരും. കുറച്ചുകൂടെ കുട്ടിത്തുള്ള വോയിസ് മാറി ചെറിയ വോയിസ് ചേഞ്ച് വരും. ഇതെല്ലാം ഹോർമോണൽ ചേഞ്ച് ആണ്. അതുപോലെ ചെറിയ പൊടി മീശകൾ വരിക, മുഖത്ത് കുരുക്കൾ വരിക. അങ്ങനെ ഒരു അമ്മയ്ക്കത് വേഗം മനസ്സിലാവാൻ പറ്റും. അച്ഛനും അമ്മയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കുഞ്ഞ് നല്ലതാവുന്നോ ചീത്തയാവുന്നോ എല്ലാത്തിനും 90% അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നാണ്. പണ്ട് പറയും സ്കൂളാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. എനിക്ക് പറയാനുള്ളത് അച്ഛനമ്മമാര് തന്നെയാണ് അവരുടെ ഏറ്റവും നല്ല ബാക്ക് ബോൺ ആയിരിക്കേണ്ടത്. ഇനി അച്ഛനമ്മമാര് വലിയ കാശുള്ളവരാവണം, വലിയ പഠിപ്പുള്ളവരായിരിക്കണം, വലിയ ജോലിക്കാരാവണം, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂലിപ്പണിക്കാരനായാലും നമ്മുടെ മക്കളെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നല്ല കടമ എന്ന് പറയുന്നത്. സാഹചര്യങ്ങളുടെ കൊണ്ട് പല കുട്ടികളും ക്രൈം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങൾ നമ്മൾ പിറകോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം വീട്ടിലുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഈ കുട്ടി വീട്ടിൽ മിണ്ടാതിരിക്കുന്ന കുട്ടിയായിരിക്കും, വീട്ടിൽ സംസാരിക്കത്തില്ല, അയൽപക്കമായിട്ട് മിണ്ടത്തില്ല, ഫ്രണ്ട്സ്. ചില അച്ഛനമ്മമാര് പറയും, എന്റെ മോൻ മിടുക്കനാണ്, അവന് ഒരു കൂട്ടുകെട്ടില്ല, കോളേജ് അല്ലെങ്കിൽ വീട് കഴിഞ്ഞാൽ ഓഫീസ് കഴിഞ്ഞാൽ നേരെ വീട്, അവന്റെ റൂം, ഇതാണ് അവന്റെ ലോകം, വേറെ ഒരു ലോകവും ഇതില്ല. വീട്ടിലും അത് സംസാരമേ ഇല്ല, അവന്റെ ഒച്ച പുറത്ത് കേൾക്കാനില്ല. ഇത്രയും നല്ലൊരു കുട്ടി ഈ ഏരിയയിലില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നം കാണും. കാര്യം ആ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് അവർക്ക് കാണും. ഫ്രണ്ട്സ് ഉണ്ടാവേണ്ട ഒരു കാലമുണ്ട്. അല്ലേ? അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഇല്ലാതെ ഒരു കുട്ടി സംസാരിക്കാനൊക്കെ ബാക്ക്വേർഡ് ആണ്, മുറിയടച്ച് എപ്പോഴും ഇരിക്കുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവരിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഇത്തരക്കാരാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ വയലന്റ് ആവുന്നത്. ഒരു ഇഷ്യൂ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് റിവെഞ്ച്,
അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് നമ്മൾ പാരന്റ്സ് നോട്ട് ചെയ്തിട്ട് കൗൺസിലിങ്ങോ മറ്റോ ഒക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ നിങ്ങളെ കുട്ടികളിൽ വളരെ സൈലന്റ് ആയി പോകുന്ന ഒരു നേച്ചറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് നല്ലതാണില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഒട്ടും ഇതില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാര്യം അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, സംസാരം പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അച്ചടക്കത്തിന്റെ മാത്രമല്ലല്ലോ, ക്യാരക്ടറിലും എവിടെയെങ്കിലും ഒരു ഇത് കാണാൻ സാധ്യതയുണ്ട്. മാം, എനിക്കൊരു ആൺകുട്ടി മോനാണുള്ളത്. അപ്പോ നമുക്കിപ്പോ സ്ത്രീകളുടേത് നമുക്കറിയാം, ചേഞ്ചസ് വരുന്നതും അല്ല എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഒരു ആൺകുട്ടി ആകുമ്പം അവന് ഇപ്പൊ ഇടയ്ക്ക് എന്നോട് പറയും, ഇതെന്താ അത് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 9 വയസ്സ്. അപ്പൊ ഇടയ്ക്ക് അതായത് രാവിലെ ഉദ്ദേശിച്ചത് ഈ എന്താണ്, എന്തെങ്ങനെ നിൽക്കുന്നതാണ്? പെനിസിന്റെ കാര്യം. പെനിസിന്റെ കാര്യം. അപ്പൊ ഇത് എന്താ ഇത്? ഇറക്ഷൻ വരും. അത് ഇറക്ഷൻ വരും. അതായത് നമ്മള് കുട്ടികളെന്ന് പറയുമ്പോൾ അവര് രാവിലെ ഉറക്കം എണീക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി, അവര് പെനിസ് ഇങ്ങനെ ഇറക്റ്റ് ആവും. മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ്, ഇനി അതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോഴും പെനിസ് ഇറക്റ്റ് ആവും. അപ്പം ചില കുഞ്ഞുങ്ങൾ ചോദിക്കും, അത് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും, ഇത് എന്താ ഇങ്ങനെയെന്നുള്ളത്. പക്ഷെ അത് ഒബ്സർവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അതിൽ കാണാൻ പറ്റും, ബ്ലഡ് വെസൽസ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോ പറയുകയും ചെയ്യും, ഇതിൽ രക്തം വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് അറിയാന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ എത്രത്തോളം നമ്മളെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുള്ളത് നോക്കിക്കൊള്ളേ. ബ്ലഡ് വെസൽസ് തടിച്ചു നിൽക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ബ്ലഡ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതാണ് സംഭവം. നമ്മൾ എന്തെങ്കിലും ഒരു ഇന്റൻഷനോടെ ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസ് അവിടെ ബ്ലഡ് വന്ന് നിറയുമ്പോഴാണ് ഇത് ഇറക്റ്റ് ആവുന്നത്. ഇനി നമ്മളെ കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഇറക്ഷൻ വരുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. അവർക്ക് മറ്റ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു സമാധാനം കൂടിയാണ് നമുക്ക്. കാര്യം ഉറങ്ങി എണീക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്കെന്നല്ല, മുതിർന്നവർക്കും ഉണ്ട്. അവര് പോലും അറിയാതെ ഇങ്ങനെ ഉറക്കത്തിലൊക്കെ വരുന്നത്, അങ്ങനെ വരാറുണ്ട്, ഇറക്ഷൻ വരാറുണ്ട്. അത് അവര് ഫിസിക്കലി അവർ ഓക്കെയാണ്, അങ്ങനെ വരുന്നത് കൊണ്ട് അവർ ഓക്കെയാണ്. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും അവരോട് പറയാം, നമ്മൾ എന്തെങ്കിലും ഇപ്പം ടോയ്ലറ്റിൽ പോകുമ്പോൾ അവർ മുക്കുന്ന സമയത്ത് അപ്പം അതിങ്ങനെ ആവും. ഇനി അതില് അവര് കുഞ്ഞുങ്ങളല്ല, ആൺകുട്ടികൾക്ക് അതിൽ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറയും, പണ്ടുള്ളവർ പറയും, ഈ പറയുന്ന പോലെ എപ്പോഴും ആൺകുട്ടികൾ അതുകൊണ്ട് ഡ്രസ്സ് അണ്ടർ ഗാർമെന്റ്സ് ഇട്ടേ ഇരുത്താവൂ, കണ്ണ് തെറ്റി അവർ ഇതിൽ കളിക്കും. അവർക്ക് ഭയങ്കര, അത് അവരുടെ പ്രായത്തിന്റെയാണ്, ആ ഒരു രസമാണ്. ആ കൊച്ചു കുട്ടികൾക്ക് അങ്ങനെയാണ്. മുതിർന്നവര് പല കുട്ടികളും ഇപ്പം അറിയാലോ, അവർക്ക് അവരുടേതായ ഒരു ലോകമാണ് ഇപ്പൊ സ്വയംഭോഗം ചെയ്യുന്നിട്ട്. അതൊക്കെ അവരുടെ കൂടെയുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യരുതെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു ഇന്റൻഷൻ ആണ്. ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരിതിൽ കളിക്കുമ്പോൾ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതിൽ ഇറക്ഷൻ വരും, ബ്ലഡ് വെസൽസ് ഇങ്ങോട്ട് വരും. അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് മോനെ അത് അങ്ങനെ ആവുന്നത്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു കൊടുക്കാം, ഇതിൽ പ്രഷറോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ തൊടുമ്പോ ഇങ്ങനെ വരുന്നതാണ്. ഇനി വലിയ കാര്യങ്ങളൊക്കെ മോൻ സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിക്കും കേട്ടോ എന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ ചമ്മലായിരിക്കും കേട്ടോ ഇവർക്ക്. ഇങ്ങനെയാ പെട്ടെന്ന് അമ്മമാരെ മുമ്പ് വെച്ച് ഇങ്ങനെ ആവുമ്പോൾ ഇവർക്ക് ചമ്മലായിരിക്കും. അപ്പം പറയാ, അത് ചമ്മല് മോന് നാണക്കേടൊന്നും വേണ്ട കേട്ടോ, ഇതെല്ലാ ആൺകുട്ടികൾക്കും ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് ഇത് ചമ്മലൊന്നും വേണ്ട, ഇങ്ങനെ വരും എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി വേറെ ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ടൈം ആയിട്ടുണ്ട്, 9 മണിയാണ് നമ്മുടെ സമയം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ല? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് സെഷൻ. ഒരുപാട് ഡൗട്ടുകൾ, ഇത് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചതാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഓരോ അമ്മമാരുള്ളിലുള്ള ചോദ്യങ്ങളാണ്. ആരോട് ചോദിക്കും, ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ആരോട് ചോദിക്കും, ഇതൊക്കെ ഡൗട്ട് ഇങ്ങനെ വെക്കണം. അപ്പൊ അതെല്ലാം വന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. എനിക്കും എല്ലാവരോടും, കേട്ടോണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു. താങ്ക്സ്. Thank you all. See you next.